അമേസിംഗ് വേൾഡ് ഓഫ് ഇൻസെക്ട്സ്, പ്രാണികളുടെ അത്ഭുത ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ വോക്ക് വിത്ത് VC ആഴ്ചയിൽ ഒരു വെബിനാറാണ് നടത്തി വരാറ്. എന്നാൽ സിറ്റി നേച്ചർ ചാലഞ്ചിന്റെ ഏപ്രിൽ 24 മുതൽ 27 വരെ സമയം നൽകിയിരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് മാക്സിമം ഒബ്സർവേഷൻസ് ഐനാച്ചുറലിസ്റ്റ് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വോക്ക് വിത്ത് VC ഇടക്ക് ഇപ്പൊ ക്ലാസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. ഇന്നലെ ഒരു ക്ലാസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇൻസെക്ട്സിനെ കുറിച്ചാണ്, അതായത് പ്രാണികളെ കുറിച്ചാണ്. അത് കൈകാര്യം ചെയ്യുന്നത് വോക്ക് വിത്ത് VCയുടെ ഹെഡ് അല്ലെങ്കിൽ ബ്രെയിന് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന VC ബാലകൃഷ്ണൻ സാറാണ്. സാറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. സസ്യ പൂമ്പാറ്റ ലോകത്തേക്ക് നമ്മളെ പോലുള്ളവരെ ആകർഷിച്ചു കൊണ്ടുപോയി പരിസ്ഥിതി സംരക്ഷണ ജൈവ വൈവിധ്യ രംഗത്ത് ഏറെ കാലത്തെ പരിചയവുമായി ഒന്നുകൂടെ നമുക്ക് വഴികാട്ടിയാവുന്ന ഈ ക്ലാസ്സിലേക്ക് VC മാഷിനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടെ ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങളെല്ലാവരെയും, അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് VCയെ ആദരപൂർവം ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. സിറ്റി നേച്ചർ ചാലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ചെറിയൊരു പ്രസന്റേഷനിലേക്ക് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഒരു കാൽനൂറ്റാണ്ടിലധികമായി ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുകയും പഠനം നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും ശലഭ പഠനത്തിൽ നിന്ന് പിന്നീട് സസ്യപഠനങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് ഷഡ്പദങ്ങളെ നിരീക്ഷിക്കാനൊക്കെ നോക്കിയതിന്റെ ഫലമായിട്ട് ഒരു ഫീൽഡ് എക്സ്പീരിയൻസ് കൂടി ആണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ വൈൽഡ് ലൈഫ്, നേരത്തെ ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ വന്യജീവികൾ എന്ന് പറഞ്ഞാൽ ആന, കാട്ടുപോത്ത്, പുലി, കരടി അങ്ങനെയുള്ള വലിയ ജീവികൾ മാത്രമാണെന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. പൊതുവെ സാധാരണക്കാരുടെ രീതിയും അങ്ങനെയാണ്. ചെറിയ തുമ്പികളെ അല്ലെങ്കിൽ പ്രാണികളെയൊക്കെ നോക്കുന്ന ആളെ നമ്മൾ അത്തരം ഫോട്ടോ ചെയ്യുന്ന ആളുകളെ നമ്മൾ പൊതുവെ വന്യജീവി ഫോട്ടോഗ്രാഫർ എന്ന് പറയാറില്ല. അപ്പൊ ചെറിയ ജീവികൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ മെരുക്കാത്തതോ വളർത്താത്തതോ ആയ എല്ലാ ജീവജാതികളും വന്യജീവികളായിട്ടാണ് വന്യജീവി നിയമത്തിന്റെ വന്യജീവി നിയമത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത്. അപ്പൊ വന്യജീവികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം ഒരുപാട് ചെറുജീവികളുമുണ്ട്. അത്തരം ചെറുജീവികൾ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള, പോപ്പുലേഷൻ കൂടാതെ വൈവിധ്യവുമുള്ള ഒരു വിഭാഗമാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്ന ഷഡ്പദം വിഭാഗത്തിൽപ്പെട്ട ജീവജാതികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമിയുടെ ജീവനെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാണികളെ കുറിച്ച് അല്ലെങ്കിൽ ഷഡ്പദങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതും അവയെ പറ്റി കൂടുതൽ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും, അതോടൊപ്പം തന്നെ പലതിനെയും കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിലേക്കുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് പഴയ കാലത്ത് ഡൈനസോറുകളുടെ കാലത്തിന് മുമ്പേ തന്നെ ലോകത്തിൽ ഇവോൾവ് ചെയ്ത് വന്ന, അല്ലെങ്കിൽ പരിണമിച്ചു വന്ന വിഭാഗങ്ങളാണ് ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഷഡ്പദങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്ന സമയത്ത് അതിന്റെ സൂചിപ്പിക്കുന്ന പോലെ 6 കാലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഹെക്സാപോഡ എന്നുള്ള ഒരു പേര് ഇംഗ്ലീഷിൽ വരുന്നത്. 6 കാലുകൾ, പിന്നെ തല, ഉരസ്, ഉദരം, ഈ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ ചിറകുകൾ ഉണ്ടായിരിക്കും. ചിലതിന് 2 ജോഡി ചിറകുകളുണ്ടാകും, മറ്റു ചിലതിന് 2 ജോഡി ചിറകുകളുള്ളത് ആദ്യത്തെ ഒരു ജോഡി ചിറക് പിൻചിറകുകളെ കവർ ചെയ്യുന്ന രീതിയിലുള്ള കട്ടിയുള്ള സാധനമായിരിക്കും. ചില ചെറിയ തരം ഷഡ്പദങ്ങൾക്ക് അല്ലെ പ്രാണികൾക്ക് ചിറകുകൾ ഉണ്ടാവില്ല, നമുക്കറിയാം. നമ്മള് പഴയ കാലത്ത് തന്നെ നമുക്കറിയാം ഒരു 5 കൂട്ട വംശഹത്യ ലോകത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കൂട്ട വംശനാശത്തിലാണ്, അല്ലെ മാസ് എക്സ്റ്റൻഷനിലാണ് ഡൈനസോറുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. അതിനുശേഷമാണ് നമ്മളെ പ്രൈമേറ്റ് വംശക്കാർക്കൊക്കെ
പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെട്ട ജീവജാതികൾക്ക് ഇവോൾവ് ചെയ്ത് വരാനുള്ള അല്ലെങ്കിൽ പരിണമിച്ച് വരാനുള്ള സാഹചര്യം ഒരുങ്ങി. അപ്പോൾ ഏകദേശം 400 മില്യൺ വർഷം മുമ്പ് ആണ്, അതായത് ശരിക്കും പറഞ്ഞാൽ പാലിയോസോയിക് കാലഘട്ടത്തിലാണ് നമ്മൾ അതിനുശേഷമുള്ള കാലഘട്ടത്തെ കാർബോണിഫറസ് എന്ന് പറയുന്നത്, നമ്മൾ പന്നൽ ചെടികളൊക്കെ ഉണ്ടായിരുന്ന ഒരു തിരിഞ്ഞു വന്ന കാലഘട്ടം. അതിനൊക്കെ അത് ഏകദേശം 350 മില്യൺ വർഷം മുമ്പാണ്, അതായത് 3500 ലക്ഷം വർഷം മുമ്പാണ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് വളരെ കുറച്ച് ഇൻസെക്ട്സ് മാത്രമേ ഉള്ളൂ. പിൽക്കാലത്ത് ഷഡ്പദ ശാസ്ത്രജ്ഞന്മാർ അവയെ 11 ഗോത്രങ്ങളായിട്ട് അല്ലെ 11 ഓർഡറുകളായിട്ട് തരംതിരിച്ചു. അതിൽ പലതും നമുക്കറിയാം ഈ കൂട്ടവംശനാശത്തിൽ ചിലതൊക്കെ പോയിട്ടുണ്ടെങ്കിലും പല അതിജീവന ശേഷി കൂടുതലുള്ള മെയ് ഫ്ലൈസ്, അതുപോലെ തുമ്പികൾ, കൂറകൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ കാണുന്ന അല്ലെ വീട്ടിലൊക്കെ കാണുന്നത് കപ്പൽ വഴിയും മറ്റൊക്കെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി വന്ന സാധനങ്ങളാണ്. അതിജീവന ശേഷി വളരെ കൂടുതലുള്ളതാണ്. നമ്മൾ സാധാരണ കൂറയെ പറ്റി പറയാറുള്ളത് മീശ കടക്കുമെങ്കിൽ ഏതൊരു ഗ്യാപ്പിൽ കൂടിയും അത് കയറും എന്നുള്ളത്. അപ്പോൾ പഴയ കാലത്ത് നമ്മളെ ഈ ഏറ്റവും വലിയ വംശനാശം സംഭവിച്ച കാലഘട്ടത്തിന് ശേഷവും ആ കാലഘട്ടങ്ങളിൽ ഏകദേശം അന്ന് അക്കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന 70% പ്രാണികൾ തുടച്ചു നീക്കപ്പെട്ടെങ്കിലും പിന്നീട് പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ മാസ് എക്സ്റ്റൻഷന് ശേഷം കൂടുതൽ ഷഡ്പദങ്ങൾ പരിണമിച്ച് വരികയാണ് ഉണ്ടായത്. ഷഡ്പദങ്ങളെ പറ്റിയുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഏറ്റവും പഴയ കാലത്തുള്ള ആദ്യത്തെ ചിറകുള്ള ഷഡ്പദങ്ങളുടെ ഫോസിലുകൾ ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ 1928 ഒരു ശാസ്ത്രജ്ഞൻ അതിനെ വർഗീകരിച്ച് അല്ലെങ്കിൽ അതിന് കൃത്യമായ ശാസ്ത്രീയമായ പേരൊക്കെ കൊടുത്തതിന് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് റൈനിയോഗ്നാത്ത ഹേസ്റ്റി എന്ന പേര് കൊടുത്ത് തില്ലിയാട് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അത് ചെയ്തത് 1928. അത് ആണ് നമ്മളെ ഭൂമിയിലെ ആ കാലഘട്ടത്തിലെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പഴയ ഫോസിലായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഷഡ്പദങ്ങളെ നോക്കുന്ന സമയത്ത് മറ്റ് ജീവജാതികളെ തിന്നുന്ന അല്ലെങ്കിൽ ആഹരിക്കുന്ന ഷഡ്പദങ്ങളുണ്ട്. അതുപോലെ തന്നെ അതായത് ഷഡ്പദങ്ങൾക്കിടയിൽ തന്നെ ഇരയും എരവടിയന്മാരും ഉണ്ട്. നമുക്കറിയാം ഇരയും എരവടിയന്മാരും ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതെന്ന് അറിയാം. അപ്പോൾ പല രീതിയിൽ വളരെ ചെറിയ പ്രാണികൾ മുതൽ വലിയ പ്രാണികൾ വരെയുള്ള വലിയൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായ വൈവിധ്യം ഉള്ള ഒരു ലോകമാണ് പ്രാണികളുടെ ലോകം അല്ലെങ്കിൽ ഷഡ്പദങ്ങളുടെ ലോകം എന്ന് നമുക്ക് പറയാം. നമുക്ക് സാധാരണ പറയാം, നമ്മൾ ഈ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നാണ് പലരും വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തോട്ടത്തിലുള്ള പൂക്കൾ അല്ലെങ്കിൽ മുറ്റത്തിലുള്ള പൂക്കൾ അല്ലെങ്കിൽ വഴിയിൽ പോകുന്ന സമയത്ത് വെറുതെ പൂക്കളെ പറിച്ച് വെക്കാറുണ്ട്, പൂക്കളെ പറിച്ചെടുക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ ചുറ്റി കളയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പ്ലാന്റ്സ് ബ്രിങ് ഫോർ ഫ്ലവേഴ്സ് ഫോർ എൻജോയ്മെന്റ് നോട്ട് ഓഫ് മാൻ ബട്ട് ഓഫ് ഇൻസെക്ട്. ഇൻസെക്ട്സിന് വേണ്ടിയാണ്, ഇൻസെക്ട്സിന്റെ എൻജോയ്മെന്റിന് വേണ്ടിയും ഇൻസെക്ട്സിന്റെ നിലനിൽപ്പിന് വേണ്ടിയും ഇൻസെക്ടിന്റെ ആഹാരം എന്ന നിലയിലുമാണ് പക്ഷേ ഈ പൂക്കളുടെ മറ്റൊരു സാങ്കത്യം അല്ലെ മറ്റൊരു ധർമ്മം എന്ന് നമുക്ക് കരുതേണ്ടി വരും. നമുക്കറിയാം ഇൻസെക്ട് എന്ന് പറയുന്നത് ആർത്രോപോഡ എന്ന് പറയുന്ന ജന്തു ഫൈലത്തിൽ ലോകത്തിലൊട്ടാകെ 36 ഫൈലങ്ങളാണ് ജീവജാലങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആർത്രോപോഡ എന്ന് പറയുന്ന ജന്തു വിഭാഗത്തിലാണ് നമ്മൾ ഷഡ്പദങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നട്ടലില്ലാത്ത അപ്പോൾ ലോകത്തിലെ മൊത്തം പോപ്പുലേഷൻ ഡൈവേഴ്സിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഉള്ളത്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതും ആർത്രോപോഡ വിഭാഗത്തിൽപ്പെട്ട ജീവജാതികളിലാണ്. അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനമായും ഏറ്റവും കൂടുതൽ ജീവജാതികൾ ഉൾപ്പെടുന്നതും ഷഡ്പദ വിഭാഗത്തിലാണ്. ഏകദേശം 1 കോടിയോളം അല്ലെങ്കിൽ ഒരു 10,000-കണക്കിന് ഷഡ്പദങ്ങളുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഒരു 60,000-ഓളം ജീവികളെ ഇന്ത്യയിൽ 60,000-ഓളം മൊത്തം ഷഡ്പദങ്ങളിലെ ലോകത്തിലുള്ള മൊത്തം ഷഡ്പദങ്ങൾ 60,000-ഓളം സ്പീഷീസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഷഡ്പദങ്ങളുടെ ഒരു ഡൈവേഴ്സിറ്റി നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ 10 ലക്ഷത്തോളം ഷഡ്പദങ്ങളെയാണ് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിലൊട്ടാകെ ശാസ്ത്രീയമായ പേര് കൊടുത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിൽ പറഞ്ഞതുപോലെ 60,000-ഓളം
സ്പീഷീസുകൾ ഇന്ത്യയിലുണ്ട്. 619 കുടുംബങ്ങളിലായി. നമുക്കറിയാം ഇൻസെക്റ്റുകളുടെ ഷഡ്പദങ്ങളെ 28 ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ 28 ഓർഡറുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങളെ ഒന്ന് നോക്കാം. അതിന് ബാക്കി മൊത്തം ഈ ഷഡ്പദ വിഭാഗങ്ങളെ ഹെക്സാപോഡ എന്ന് പറയാം. ഹെക്സ എന്ന് പറഞ്ഞാൽ 6, പോഡ എന്ന് പറയുന്ന കാലുകളെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പൊ 6 കാലുകളുള്ള ജീവജാതികളാണ്. അതിൽ നമുക്ക് പഴയ കാലത്തുള്ള വർഗീകരണത്തിൽ കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ വർഗീകരിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം കാണുന്ന കൊളംബോള, പ്രോട്ടൂറ, ഡിപ്ലൂറ തുടങ്ങിയ ജീവജാതികളെ നമ്മൾ യഥാർത്ഥ റിയൽ ഇൻസെക്റ്റിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ഗോത്രത്തിലാണ് തരംതിരിച്ചത്. അതിലുള്ള ഈ നേരത്തെ ഇൻസെക്ട് അല്ലെങ്കിൽ ഷഡ്പദ ഗോത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴും ശാസ്ത്രീയമായ ഒരുപാട് പഠനത്തിന്റെ ഫലമായിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്ന 3 ഗോത്രങ്ങളാണ്. പ്രൊട്രൂറ എന്ന് പറയുന്ന കൊളംബോള, ഡിപ്ലൂറ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ജീവജാതികൾ. അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. നമ്മളെ ഷഡ്പദങ്ങളുടെ ഒരു അനാട്ടമി എന്ന് പറയുന്നത് തല, ഉരസ്, ഉദരം, ബാക്കിയുള്ള ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട്. ആന്റണി ഉണ്ടായിരിക്കും, കോമ്പൗണ്ട് ഐസ് ആയിരിക്കും ഉണ്ടാവുക, സിമ്പിൾ ഐസ് ഉണ്ടായിരിക്കും, ചിറകുകൾ ഉണ്ടായിരിക്കും, ചിറകുകൾ ഇല്ലാത്തത് ഉണ്ടാകും. പിന്നെ കാലിന്റെ ഓരോ ഭാഗത്തിനൊക്കെ കൃത്യമായ പേരുണ്ട്. കാലിന്റെ ഈ ഭാഗത്ത് ക്ലോസ് എന്ന് പറയും, ഇറുക്കി പിടിക്കുന്ന രീതിയിൽ. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് വ്യത്യസ്തമായ ശരീര അവയവങ്ങളുള്ള വിഭാഗമാണ് ഈ ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ തല എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന് ആന്റണി ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ കണ്ണുകൾ ഉണ്ടായിരിക്കും, അതുപോലെ സംയുക്ത നേത്രങ്ങൾ ഉണ്ടായിരിക്കും, പ്രോൺസ് എന്ന് പറയുന്ന തലയുടെ മുൻഭാഗത്തുള്ള വിഭാഗം, അങ്ങനെയുള്ള പിന്നെ കടിച്ചു തിന്നാൻ ഭാഗത്തുള്ള മാൻഡിബിൾസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ട്രൂ ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ കൃത്യമായി പറയുന്ന രീതിയിലുള്ള യഥാർത്ഥ ഷഡ്പദങ്ങളെ, പ്രാണികളെ 2 ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചു. ഏറ്റവും പഴയ കാലത്തുള്ള ഒന്നാണ് മോണോകൊണ്ടൈല എന്ന് പറയുന്നത്. ഡൈകൊണ്ടൈല എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആധുനിക കാലത്ത് കാണപ്പെടുന്നതാണ്. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടവർ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടുള്ള അതിന്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ മൊത്തം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 28 ഗോത്രങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ അംഗസംഖ്യയുള്ളത് കോളിയോപ്റ്ററ എന്ന വിഭാഗത്തിൽപ്പെട്ട വണ്ടുകളുടെ ഗോത്രമാണ്. മറ്റൊന്ന് ഹൈമനോപ്റ്ററ, ഉറുമ്പുകളും കടന്നലുകളും തേനീച്ചകളും ഉൾപ്പെടുന്ന ഹൈമനോപ്റ്ററ എന്ന് പറഞ്ഞ വിഭാഗം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബട്ടർഫ്ലൈസും മോത്സും ഉൾപ്പെടുന്ന ലെപ്പിഡോപ്റ്ററ എന്ന വിഭാഗം. പിന്നെ ഈച്ചകൾ ഉൾപ്പെടുന്ന ഡിപ്റ്റിറ, അതുപോലെ സിക്കാഡയും യഥാർത്ഥ മൂട്ടകളും ഒക്കെ ഉൾപ്പെടുന്ന മൂട്ട ഗോത്രം എന്ന് പറയാവുന്ന ഹെമിറ്റീറ എന്ന് പറയുന്ന ഒരു ഗോത്രം. അപ്പൊ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഗോത്രങ്ങൾ. അതിലേക്ക് കിടക്കുന്നില്ല. നമ്മള് ആർക്കിയോഗ്നാത്ത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഏറ്റവും പ്രാചീനമായ വിഭാഗത്തിൽപ്പെട്ട ഒരു ചിറകുകളില്ലാത്ത ഗോത്രത്തിൽപ്പെട്ട ഷഡ്പദമാണ്. അത് നമുക്ക് അധികം കാണാറില്ല. നമുക്ക് വളരെ കുറച്ച് മാത്രമേ, കേരളത്തിൽ 4 സ്പീഷീസ് മാത്രമേ കാണാറുള്ളൂ. അതുപോലെ എല്ലാവർക്കും പരിചയമുള്ളതാണ് പഴയ പുസ്തകങ്ങളുടെ ഇടയിൽ, അല്ലെ പഴയ പത്രങ്ങളുടെ ഒക്കെ ഇടയിൽ, അല്ലെങ്കിൽ വെളിച്ചം കിടക്കാത്ത പഴയ മരത്തിന്റെ അൾമാരയുടെ പിന്നിലൊക്കെ സാധാരണ ഒളിച്ചിരിക്കുന്ന, രാത്രി മാത്രം ആക്റ്റീവ് ആകുന്ന വെള്ളി വാലൻ എന്നൊക്കെ പറയുന്ന, സിൽവർ ഫിഷ് എന്നൊക്കെ പറയുന്ന, വാലൻ മുട്ട എന്നൊക്കെ ചിലപ്പോൾ പറയുന്ന അത് ഇന്ത്യയിലെ ഏകദേശം 32 സ്പീഷീസുകളുണ്ട്. 16 ജൻസുകളിലായിട്ട്, 2 കുടുംബങ്ങളിലായിട്ട്. അതിൽ 10 നമുക്കറിയാം ഈ ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതിൽ കുറച്ച് സാധനങ്ങൾ കേരളത്തിൽ കാണുന്നുണ്ട്. അതിൽ കേരളത്തിൽ കാണുന്ന വളരെ കുറച്ച് സ്പീഷീസുകൾ ഒന്നാണ് ലെപ്പിസ്മ എന്ന് പറയുക. ലെപ്പിസ്മ സക്കാരിന എന്ന് പറഞ്ഞാൽ അതിന്റെ മധുരമുള്ള പദാർത്ഥങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന സാക്കറിൻ ഒക്കെ അടങ്ങിയിരിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന സാധനം. അങ്ങനെയുള്ള സിൽവർ ഫിഷ്. പിന്നെ മെയ് ഫ്ലൈസ് നമുക്കറിയാം. ചില മഴയുടെ തുടക്കത്തിലൊക്കെ ചില സീസണിൽ നമ്മുടെ വീടുകളിലൊക്കെ ലൈറ്റിനെ അട്രാക്ട് ചെയ്ത് ഒരുപാട് മെയ് ഫ്ലൈസ് വരുന്നു. മെയ് ഫ്ലൈസ് എന്ന് പേര് വരാൻ കാരണം മെയ് മാസത്തിലാണ് അത് പഴയ കാലത്ത് ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ഇതിനെ നിരീക്ഷിക്കുന്ന ആളുകൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ചില സീസണിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സീസണിലൊക്കെ ഒരുപക്ഷെ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ ഒരു ഇരുട്ട് ഉള്ള സമയത്ത്, സന്ധ്യാസമയത്ത് വരുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ചെറുവത്തൂർ ആ ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത്, തൃക്കരിപ്പൂരിനും ചെറുവത്തൂരിനും ഇടയിൽ വലിയ വയലുകളുള്ള സ്ഥലമാണ്.
അവിടെ എത്തുമ്പോഴേക്ക് ട്രെയിനിന്റെ ഉള്ളിലേക്ക് ഈ മെയ് പ്ലേസ് ധാരാളം വന്ന് ചേരാം. നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാറുണ്ട്. കാറ്റടിക്കുമ്പോൾ പാറി വരുന്ന പോലെ ഒരുപാട് മെയ് പ്ലേസ് വരാറുണ്ട്. അതിന്റെ ഈ മെയ് പ്ലേസിന്റെ 38 സ്പീഷീസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ സുബ്രഹ്മണ്യന്റെ ഒക്കെ പഠന പ്രകാരം അതിൽപ്പെട്ട സാധനമാണ്. മെയ് പ്ലേസിന്റെ പ്രത്യേകത അത് ഒരുപാട് കൊല്ലക്കാലം 2-3 വർഷത്തോളം വെള്ളത്തിലാണ് അതിന്റെ നിംഫ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ജീവികൾ ഉണ്ടാവുക. 2-3 വർഷം അതിന്റെ നിംഫ് അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. വെള്ളത്തിൽ ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ നമ്മൾ തോർത്ത് ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും നെറ്റിലൊക്കെ കോരിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ജീവജാതികളെ കാണാറുണ്ട്. അതാണ് പിന്നീട് അഡൽട്ടായി മാറുന്നത്. പിന്നെയുള്ളത് വളരെ കുറച്ച് മെയ് പ്ലേസും വളരെ കുറച്ച് 1-2 ഒരു ദിവസമൊക്കെ അഡൽട്ടായി മാറിക്കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ ആയുസുള്ള ജീവജാതികളാണ്. അതുപോലെ തന്നെ അധികം ആയുസില്ലാത്ത ജീവജാതികളാണ് ന്യൂറോപ്റ്ററ എന്ന് പറയുന്നത്. ചിറകുകളിൽ കൃത്യമായിട്ട് അതിന്റെ വെയിൻസ് വളരെ വ്യക്തമായി കാണാവുന്ന എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ നമുക്കറിയാം കുഴിയാനത്തുമ്പികൾ എന്ന് പറയുന്നത്, കുഴിയാനത്തുമ്പികളോട് സാദൃശ്യമുള്ള ഔൾ ഫ്ലൈസ് എന്ന് പറയുന്ന ജീവജാതികൾ, കുറച്ചും കൂടി വലിയ ഉടലുള്ള അല്ലെ വണ്ണമുള്ള ഉടലുള്ളത്, ആന്റിനയുള്ള പ്രകടമായ വലിയ ആന്റിനയുള്ള ആൻലയൺസിനോട് സാദൃശ്യമുള്ള ജീവികളേക്കാണ്. അതുപോലെ മാൻഡിസ് ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പിന്നെ ലേസ് വിങ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഗ്രീൻ ലേസ് വിങ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മളെ വെളുത്ത ചുമരിലൊക്കെ രാത്രി വെളിച്ചത്തിൽ ആകർഷകരായിട്ട് വരാറുണ്ട്. പകൽ സമയത്ത് ചെടികൾക്കിടയിലൊക്കെ നമുക്ക് ഇതിനെ കാണാം. ഇതിന്റെ 3 സ്പീഷീസുകളാണ് കേരളത്തിൽ കാണുന്നത്. അതിന്റെ മുട്ട നമുക്ക് ഇവിടെ ഈ പല സ്ഥലത്തും ഇലകളിൽ, ഉണങ്ങിയ ഇലയിലൊക്കെ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ എൻ്റെ വീടിന്റെ വാതിലിന്റെ മേലെ, റൂമിന്റെ വാതിലിൽ വെച്ച ഉണ്ടായിരുന്ന മുട്ടയാണ്. ഒരു നേരിയ ഒരു കമ്പി പോലുള്ള ഭാഗത്ത് അതിന്റെ അറ്റത്തായിരിക്കും മുട്ടയുണ്ടാവുക. ഇങ്ങനെയാണ് ലേസ് വിങ്ങിന്റെ മുട്ട. അത് വിരിഞ്ഞിറങ്ങുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കുഴിയാനയോടൊക്കെ സാദൃശ്യമുള്ള രീതിയിൽ ഇതിന് 2 ക്ലാസ്പേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇറുക്കി പിടിക്കാനല്ല. മറ്റ് ജീവികളെ, മറ്റ് ചെറിയ പ്രാണികളെയാണ് ഇത് ആഹരിക്കുന്നത്. കുഴിയാന പോലെ തന്നെ പ്രാണികളെയാണ് ഇത് ആഹരിക്കുന്നത്. ഈ പ്യൂപ്പയിൽ നിന്ന് പിന്നീട് കുറച്ച് ദിവസത്തിന് 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് സാധാരണയായിട്ട് പുറത്ത് വരുന്നത്. ചിലപ്പോൾ അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ 4-5 ആഴ്ചകൾ ചിലപ്പോൾ നിൽക്കാം. അതിന്റെ ഇതുപോലെ നമ്മൾ കാണാം. ചില ചെടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പള്ളിക്കെട്ട്, ശബരിമലക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ വലിയ ഭാണ്ഡവുമേറ്റി പുറത്ത് ഭാണ്ഡവുമേറ്റിയിട്ട് ഇങ്ങനെ പോകണം. ഇതിന്റെ തന്നെ വേസ്റ്റ് ആണ്. ഇത് തിന്ന പ്രാണികളുടെ വേസ്റ്റും അതുപോലെ അതിൻ്റെ അടുത്ത് കൂടിക്കിടക്കുന്ന ചപ്പുചവറുകളുടെ വേസ്റ്റൊക്കെ ആണ് ഇത് പുറത്തിങ്ങനെ സംഘടിപ്പിച്ചു വെക്കുന്നത്. അതൊരു തന്ത്രമാണ്. അതിന്റെ പ്രിഡേറ്റേഴ്സിൽ നിന്ന്, ഇരപിടിയന്മാരിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ആണ്. അതിന്റെ ക്ലോസപ്പ് ആണ് ഇവിടെ ഇത് കാണാം. ഇതിന്റെ കുറച്ച് പൊളിഞ്ഞു പോയതാണ്. അതിന്റെ ഈ ഒരു ഭാഗം കൊണ്ടാണ്, ഇറുക്കി പിടിക്കുന്ന ഭാഗം കൊണ്ടാണ് നമ്മളെ കുഴിയാനത്തുമ്പിയും ഉറുമ്പിനെയൊക്കെ പിടിക്കുന്ന പോലെ, അല്ല കുഴിയാന ഉറുമ്പിനെ പിടിക്കുന്ന പോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്നതാണ്. അത് തികച്ചും കാർണിവോറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാംസഭോജി ആയിട്ടുള്ള ലാർവകളാണ് ഈ ലേസ് വിങ്ങിന്റെ. അതിന്റെ പ്യൂപ്പേഷൻ ഇതുപോലെ ഇലകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വളരെ നേരത്തെ ഒരു ഗോളാകൃതി, അത് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്യൂപ്പേറ്റ് ചെയ്ത് പോയിപ്പോയിൽ നിന്ന് പുറത്തു വന്നാൽ അത് സിൽക്ക് നൂല് ഉപയോഗിച്ച് കൊക്കൂൺ, നമ്മളെ നിശാശലഭങ്ങളൊക്കെ ചെയ്യുന്ന പോലെ കൊക്കൂൺ പോലെ ഉള്ളൊരു അറ ഉണ്ടാക്കിയിട്ട് അതിലാണ് അതിന്റെ പ്യൂപ്പേഷൻ സ്റ്റേജ് കടന്നു പോകുന്നത്. പിന്നീട് അത് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ അഡൽട്ടായി മാറിക്കഴിഞ്ഞാൽ പൂർണ്ണ വളർത്തിയെത്തിയ ലേസ് വിങ്. ഇത് നമുക്ക് ഇവിടെ ട്രൈസോപ്പീരിയ കാർണിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ അടുത്ത കാലത്തായിട്ട് 2021 കേരളത്തിൽ നിന്ന് ഒരു പുതിയ സ്പീഷീസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മുമ്പ് ഡിസ്ക്രൈബ് ചെയ്ത് തന്നെയാണ്, പക്ഷെ കേരളത്തിലെ ഫസ്റ്റ് റിപ്പോർട്ടാണ്. ജീവശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ സർവേയിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ബിജോയ്, സൂര്യനാരായണൻ അങ്ങനെയുള്ള ആളുകളാണ് മണ്ണുത്തിയിൽ നിന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇത് 21 കേരളത്തിലുള്ള ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയിലുള്ള ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പുല്ലുകൾക്കിടയിലൊക്കെ രാവിലെ ഈ ഡിസംബർ സമയത്തൊക്കെ നമ്മൾ കുന്നിൻ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പുല്ലുകൾക്കിടയിൽ കാണാറുണ്ട്. പാൽപാരസ് എന്ന് പറയുന്ന ജനസിൽ വരുന്ന ഒരു ഔൾ ഫ്ലൈ ആണ്. പ്രകടമായ ആന്റണി ഉണ്ടായിരിക്കും, ചിറകുകളിൽ ചിത്രപ്പണികളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പിക്ചർ വിങ്ഡ് ആൻലയൺ എന്നാണ് ഇതിന് പേര്. അസ്കാലാഫിഡെ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ വരുന്നത്. നമുക്കറിയാം കുഴിയാനത്തുമ്പി, കുഴിയാന എന്ന് പറയുന്നത് അത് ഒരു കുഴിയാനത്തുമ്പിയുടെ ആൻലയൺ നമ്മൾ പറയുന്ന
ജീവിയുടെ നിംഫ് അല്ലെങ്കിൽ അതിന്റെ ലാറൽ സ്റ്റേജ് ആണ്. ഇതാണ് നമ്മൾ കാണുന്ന കൊടിയാന. കൊടിയാനക്ക് ഇളകിയ മണ്ണുണ്ടായിരിക്കണം. ഇളകിയ മണ്ണുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ വീട്ടിന് ചുറ്റുവട്ടത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഒരുപക്ഷെ ആൻഡ് ലയൺസിന്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മള് വേറൊരു കുഴിയാൻ തുമ്പിയെ കഴിഞ്ഞ 2023 മാടായിപ്പാറയിൽ നിന്ന് മാടായി കാവിന്റെ അടുത്ത് നിന്ന് പുതുതായിട്ട് കണ്ടെത്തി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യനാരായണൻ നേരത്തെ പറഞ്ഞ ബിജോയ് അബ്രഹാം അതിന്റെ ഒരു ചിത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ഔൾ ഫ്ലൈ വിഭാഗത്തിൽ തന്നെ വരുന്ന വലിയ ആന്റിനയുള്ള കുറച്ചും കൂടി സ്റ്റൗട്ട് ആയിട്ടുള്ള ബോഡിയുള്ള സാധനം അസ്കാലോപ്പസ് സിനിസ്റ്റർ എന്ന് പറയും. ആ വിഭാഗത്തിൽപ്പെട്ട ജീവജാതികൾ നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത്തരം ജീവികളെ അല്ലെങ്കിൽ ഇത്തരം ഔൾ ഫ്ലൈസിനെ കാണാൻ പറ്റും. ഗ്ലിപ്റ്റോബേസിസ് എന്ന് പറയുന്ന ഒരു സാധനം അതിന്റെ മുട്ടകളാണ്. ഗ്ലിപ്റ്റോബേസിസ് എന്ന് പറയുന്ന ഒരു ഔൾ ഫ്ലൈയുടെ മുട്ടകളാണ്. പുല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ ചില ഉണങ്ങിയ തണ്ടിലൊക്കെയാണ് ഇത് മുഴക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത ഒരു ചിത്രം. അത് വിരിയുന്ന സമയത്ത് അതിന്റെ ലാർവകളാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതേ ന്യൂറോപ്റ്ററ എന്ന് പറഞ്ഞാൽ ആൻഡ് ലയൺസിനോട് അല്ലെങ്കിൽ കുഴിയാന തുമ്പിയോടൊക്കെ അതേ ഗ്രൂപ്പിൽ വരുന്ന അതേ ഓർഡറിൽ വരുന്ന മാൻറ്റിസ്പിഡേ എന്ന് പറയുന്ന ഒരു ഉപകുടുംബത്തിൽ വരുന്ന ജീവജാതികൾ. മാൻറ്റിസിനോട് സാദൃശ്യമുള്ള നമ്മുടെ തൊഴുകയ്യം പ്രാണിയോട് സാദൃശ്യമുള്ള ജീവജാതികളാണ് ഇവ. അതും നമ്മുടെ സൂക്ഷിച്ച് നോക്കിയാൽ പല നമ്മുടെ മരങ്ങളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്കിടയിലൊക്കെ സാധാരണ കാണാറുണ്ട്. പക്ഷെ അധികം ഗ്രൗണ്ട് ലെവലിൽ കാണാറില്ല. കുറച്ചും കൂടെ ഹൈറ്റുള്ള ഒരു ഏരിയയിലാണ് കാണാറുള്ളത്. ഇത് ഞാൻ എൻ്റെ വീട്ടിന്റെ മാവിന്റെ മേലെ നിന്ന് ടെറസിന്റെ മേലെയുള്ള വീടിനോട് ചേർന്ന മാവിന്റെ ഇലയിൽ നിന്ന് ഒരുപാട് ഒരു 200-ലധികം ഷഡ്പഥങ്ങളെയും ഒറ്റ മാവിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത ചിത്രമാണ് ആന്റിസ്റ്റോമിൽ. അപ്പൊ അത് ചില ജീവജാതികളെ പാരസൈറ്റ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അതിന്റെ മുട്ടകളാണ് മുട്ടകൾ വിരിഞ്ഞു വരുന്ന ഒരു. അതുപോലെ തന്നെ 2021 നേരത്തെ പറഞ്ഞ ബിജോയും സൂര്യനാരായണനും ബിജോയും കൂടി ചേർന്നിട്ട് വേറൊരു പുതിയ സ്പീഷീസിനെ നമുക്ക് പശ്ചിമഘട്ട മേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ചിത്രമാണ്. അത് പിൻ ചെയ്ത അതിന്റെ സ്പെസിമെൻ കളക്ട് ചെയ്തിട്ട് പിൻ ചെയ്ത രൂപം മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. കൃത്യമായ ഫോട്ടോഗ്രാഫ് ആർക്കെങ്കിൽ കിട്ടിയിരുന്നു എന്നറിയില്ല. അതുപോലെ ആ ഗ്രൂപ്പിൽ തന്നെ വരുന്ന ഒരു നീണ്ട ഇതുപോലെ അവയവമൊക്കെയുള്ള ഒരു സാധനം ഫിലിപ്പനിസ് എന്ന് പറയുന്ന സ്പീഷീസ്. പിന്നെ നമുക്ക് ഏറ്റവും വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന എല്ലാവർക്കും അറിയുന്നതാണ് പച്ചത്തുള്ളന്മാരല്ല തുള്ളന്മാർ. പക്ഷെ തുള്ളന്മാരെ പറ്റിയുള്ള പഠനങ്ങൾ മലയാളികളായ ആളുകൾ വളരെ കുറവേ ആ രംഗത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. വയനാട്ടിലുള്ള ധനീഷ് ഭാസ്കറാണ്, ചെറുപ്പക്കാരനാണ് ഈ രംഗത്ത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നന്നായിട്ട് പഠനം നടത്തുന്ന ഒരാൾ. ആ ഗ്രൂപ്പിനെ നമ്മൾ അല്ലെങ്കിൽ ആ തുള്ളന്മാർ ഉൾപ്പെടുന്ന ഗോത്രത്തെ നമ്മൾ ഓർത്തോപ്റ്റീറ എന്നാണ് പറയുന്നത്. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് എന്നാണ് അർത്ഥം. നമ്മുടെ എല്ല് പോലെ ഓർത്തോ എല്ലുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വാക്കാണ്. ടീറ എന്ന് പറയുന്നത് നമുക്കറിയാം ചിറകിനെ സൂചിപ്പിക്കുന്നത്. അതിൽ നമുക്ക് തുള്ളന്മാർ മാത്രമല്ല നമ്മുടെ വീട്ടിന്റെ ഉള്ളിലൊക്കെ കാണുന്ന ക്രിക്കറ്റ്സ് എന്ന് വിളിക്കുന്ന കീരാങ്കരിങ്ങ മണ്ണട്ട എന്നൊക്കെ പറയുന്ന സാധനം, അതിൽ വെട്ടുകിളികൾ, അതുപോലെ അതിനോട് സാദൃശ്യമുള്ള രാത്രി ശബ്ദം ഉണ്ടാക്കുന്ന കാറ്റിഡിഡ് എന്ന ശബ്ദം ഉണ്ടാക്കുന്ന കാറ്റിഡിഡ്സ്, ഇങ്ങനെയുള്ള ജീവികളാണ് ഈ തുള്ളന്മാരിൽ അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പേഴ്സിൽ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽ കാണുന്നത്. ഇതുപോലെ ഒരു ഓലയുടെ മേലെയുള്ള ഇത് അതിന്റെ ഒരു നിംഫാണ്. പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ജിനോകാൻഡാഗ്നസ് ഹ്യൂമിലിസ് എന്ന് പറയുന്ന സംഭവം. ഇത് നമ്മുടെ വീട്ടുപറമ്പുകളിൽ കുറച്ച് തീരപ്രദേശത്തധികം കാണാറില്ലെന്ന് തോന്നുന്നു. കുറച്ച് പച്ചപ്പൊക്കെയുള്ള കുന്നും പ്രദേശത്തും ഇടനാടൻ പ്രദേശങ്ങളിലും കാട്ടിലൊക്കെ വളരെ പ്രകടമായിട്ട് റൂമിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റൂമിലേക്കൊക്കെ വീട്ടിന്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ വരും. പകൽ സമയത്ത് ഉണങ്ങിയ ഇലകൾക്കിടയിലൊക്കെ കാണാറുണ്ട്. ഏറ്റവും വലിയ ഒരു തുള്ളന്മാരുടെ ഏറ്റവും വലുതാണെന്ന് ഒരുപക്ഷെ പറയാൻ പറ്റും. ബുഷ് ക്രിക്കറ്റ് എന്ന് പറയും. മെക്കാപ്പോട എന്ന് പറഞ്ഞാൽ വലുത്, പോടാന്ന് പറഞ്ഞ കാല്, വലിയ കാലുള്ളത്. ഇതും അതുപോലെ നമ്മളൊരു പച്ച ഇലയോട് സാദൃശ്യമുള്ള ഒരു പച്ച തുള്ളനാണ്. ഇതിന്റെ 2-3 സ്പീഷീസ് കേരളത്തിൽ കാണുന്നുണ്ട്. അതിനോട് സാദൃശ്യമുള്ള വേറൊരു സിമിലർ ആയിട്ടുള്ള സ്പീഷീസ് ആണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് കൂട്ടത്തോടെ കാണുന്ന വെട്ടുകിളി എന്നൊക്കെ തെറ്റിദ്ധരിച്ച ആളുകൾ പലപ്പോഴും പത്രങ്ങളിലൊക്കെ വാർത്ത കൊടുക്കുന്ന ഒന്നാണ് ഇത്. കോഫി ലോക്കസ്റ്റ് എന്ന് പറയും. ഇത് നമ്മുടെ ഒരുപാട് കൂട്ടമായിട്ട് 100 കണക്കിന് അല്ല 1000 കണക്കിന് എണ്ണം ഒരു പ്രദേശത്തിന് കൂട്ടമായിട്ട്
ഒന്നിച്ച് ഇറങ്ങാറുണ്ട്. അതാണ് നമ്മൾ ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ വെട്ടുകിളി എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിലും ഇതിനെ നമ്മൾ വെട്ടുകിളി ആയിട്ട് കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് ഇതിനെ കോഫി ലോക്കസ്റ്റ് എന്നുള്ള, ലോക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ വെട്ടുകിളിയുടെ പേരാണ്. കാപ്പിത്തോട്ടങ്ങളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളതെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കാപ്പിത്തോട്ടത്തിന് പുറത്തും ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ശ്രീകണ്ഠപുരം ഭാഗത്തുള്ള ശ്രീകണ്ഠപുരത്ത് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്കിലൊക്കെ ഇതിന് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. കാടുള്ള പ്രദേശങ്ങൾ, ആറിലത്തൊക്കെ ധാരാളമായിട്ട് കാണും. ഇതാണ് കാറ്റിഡ് എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു സാധനം, പച്ചത്തുള്ളം പോലെ തന്നെ. പിന്നെ ഇതുപോലെ ഇതൊരു നിംഫാണ്. ഇത് ചെറിയ പ്രായത്തിൽ മാത്രമേ ഇതിന്റെ കളർ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ക്ലൗൺ ഗ്രാസ് കോപ്പർ എന്നൊക്കെ പറയാറുണ്ട്. അത് ഇത് തന്നെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമുള്ള നിറം മാറ്റമാണ്. പിന്നീട് അഡൾട്ട് ആകുമ്പോൾ വീണ്ടും അതിന്റെ നീല നിറമൊക്കെ വർണ്ണപ്പകട്ടുകളൊക്കെ പോവുകയാണ്. ഇത്തരം ഗ്രാസ് കോപ്പേഴ്സിനെ നമ്മൾ വീട്ടുപരിസരത്ത് കാണാറുണ്ട്. അതിനൊക്കെ കൃത്യമായുള്ള പേരുകളുണ്ട്, ഞാനത് പേര് കൊടുക്കാതിരിക്കുന്നു. പിന്നെ കൂടൽ ഗ്രാസ് ഹോപ്പർ, ഇതിന്റെ പച്ച നിറത്തിലും പല കളറിലൊക്കെ ഇലകൾക്കിടയിൽ കാണാറുണ്ട്. ഇതുപോലെ കൂട് ഉള്ളതുപോലെ, പത്തി ഉള്ളതുപോലെ അതിന്റെ കാലുകൾ പെട്ടെന്ന് ഇലകൾക്കിടയിൽ അല്ലെങ്കിൽ അതിന്റെ തണ്ടിലിരുന്നു കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റില്ല. ഇതുപോലെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന, നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ കീരാങ്കിരിങ്ങ എന്ന് പറയുന്ന, അല്ല മണ്ണട്ട എന്ന് പറയുന്ന ക്രിക്കറ്റ്സ് ആണ്, ഫീൽഡ് ക്രിക്കറ്റ്സ് എന്ന് പറയും. അതിന്റെ ചില ഗ്രൈലോഡസ് എന്ന് പറയുന്ന ജെൻസിൽ വരുന്ന, അല്ലെ ഗ്രൈലസ് എന്ന് പറയുന്ന ജെൻസിൽ വരുന്ന സാധനങ്ങൾ. അതുപോലെ മോൾ ക്രിക്കറ്റ് എന്ന് പറയും, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന, നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു മൂക്കൻ എലിയുടെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രൂപസാദൃശ്യമുള്ള തലയോട് കൂടിയ സാധനമാണ് മോൾ ക്രിക്കറ്റ്. ഇത് നമ്മുടെ വീട്ടുപരിസരത്തിൽ സാധാരണ. പിന്നെ ലീഫ് ഇൻസെക്ട്, നമ്മൾക്ക് എല്ലാവർക്കും കൗതുകമുള്ള ഒരു കാര്യമാണ്. ഒരു ഇല കൃത്യമായിട്ട് വെട്ടി ഒരു മുറിച്ച് ഒരു പ്രാണിയെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ചുള്ളിപ്രാണികൾ, സ്റ്റിക്ക് ഇൻസെക്ട്, ഈ രണ്ടും ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് ഫാസ്മാറ്റോഡയ എന്ന് പറയുന്നത്. അതിന്റെ ചെറിയ പ്രായത്തിൽ നമ്മളൊരു പച്ച നിറത്തിലുള്ള ഒരു ലീഫ് ഇൻസെക്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചെറിയ പ്രായത്തിൽ ഈ കളറായിരിക്കും സാധാരണ കാണുക. ഇളങ്കോലം തെയ്യൊക്കെ മുടിയെടുത്തിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടായിരിക്കും ലീഫ് ഇൻസെക്ട്. പില്ലിയം എന്ന് പറയുന്ന ജീനസിൽ വരുന്നു. ഇത് ഈ ഒറ്റ സ്പീഷീസ് മാത്രമാണ് കേരളത്തിൽ കാണുന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ ഈച്ചകൾ നമ്മൾ എപ്പോഴും വെറുപ്പോട് കൂടി നോക്കുന്നതാണ്. രോഗവാഹകരായ ജീവികളായിട്ടാണ് ഈച്ചകളെ കാണാറുള്ളത്. ഏറ്റവും മലിനീകരണം കൂടുതലുള്ള സ്ഥലത്ത് അതിന്റെ മലിനീകരണത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടൊക്കെ ഈച്ചകളെ നമ്മൾ പറയാറുണ്ട്. അതില് ഏകദേശം 1.5 ലക്ഷത്തോളം ജീവജാതികൾ, 1.5 ലക്ഷത്തോളം ഈച്ച വിഭാഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത് സ്പീഷീസുകളായിട്ട്. അതിനെപ്പറ്റിയുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട്. സാധാരണ കാണുന്ന വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന പലതരം ഈച്ചകൾ, അതിനെ മൊത്തം പൊതുവെ ഹൗസ് ഫ്ലൈസ് എന്നാണ് പറയാറുള്ളത്. അതുപോലെ നമുക്ക് ഇതുപോലെ കാണാം, കൊതുകിനോടൊക്കെ സാദൃശ്യമുള്ള ക്രെയിൻ ഫ്ലൈസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു. നിമാറ്റോസിറ എന്ന് പറയുന്ന ഒരു ഉപഗോത്രത്തിൽ വരുന്ന, ടിപ്പുലിഡെ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ വരുന്ന ജീവജാതികളാണ് ഇവ. ഇതുപോലെ ഇങ്ങനെ മാല കോർത്ത് പോലെ കൂട്ടമായിട്ട് ഒരു 10-20 ഒന്നിച്ചിങ്ങനെ കൈകോർത്ത് കൊണ്ട് ഇങ്ങനെ കാറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കിനനുസരിച്ച് താളം പിടിക്കുന്ന പോലെ, ഡാൻസ് കളിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയൊക്കെ ഇവർ ചെയ്യാറുണ്ട്. പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ടിനോഫോറ ലിയേറ്റ എന്ന് പറയുന്നത്, ഇതൊക്കെ വീട്ടിൽ മാവിന്റെ മേലെ ചിത്രങ്ങളുണ്ട്. പിന്നെ വേറൊന്ന് നിമാറ്റോസിറ എന്ന് പറയുന്ന സാധനം, ഇത് ഈ ക്രെയിൻ ഫ്ലൈസിനോട് സാദൃശ്യമുള്ള മറ്റൊരു സാധനമാണ്. പിന്നെ നമ്മളെ ബാത്റൂമിലൊക്കെ എപ്പോഴും കാണുന്ന, ടോയ്ലറ്റിലും ബാത്റൂമിലും എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. അതിന് മോത്തിനോട് സാദൃശ്യം ഉള്ളത് കൊണ്ട് മോത്ത് ഫ്ലൈസ് എന്നാണ് പറയാറുള്ളത്. ക്ലോഗ്മിയ ആൽബി പങ്ക്റ്റേറ്റ്, ആൽബി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൽബ എന്ന് പറയുന്ന വെളുത്ത, ഇത് വളരെ ചെറുതായിരിക്കും. നമ്മൾ ബാത്റൂമിന്റെ ചുമരിലൊക്കെ സ്ഥിരമായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ബാത്റൂം ഫ്ലൈ അല്ലെ മോത്ത് ഫ്ലൈസ് എന്ന് പറയാം. ഇതുപോലെ എപ്പോഴും ഈ മെയ്റ്റിംഗ് പോസ്റ്ററിൽ കാണുന്ന സ്റ്റിൽറ്റ് ലെഗ്ഡ് ഫ്ലൈസ് എന്ന് പറയുന്ന ഫ്ലൈസ്, അതും നമ്മുടെ ഇലകൾക്കിടയിൽ വീട്ടുപരിസരത്തൊക്കെ എപ്പോഴും സ്ഥിരമായിട്ടും നല്ല വരണ്ട പ്രദേശത്ത്, വരണ്ട കാലാവസ്ഥയിലധികം കാണാറില്ല. മിമിക്രില്ല എന്ന് പറയുന്നത് എപ്പോഴും മിക്കവാറും മെയ്റ്റിംഗ് പോസ്റ്ററിലാണ് ഇത് സാധാരണ. അതുപോലെ തന്നെ ബനാന സ്റ്റോക്ക് ഫ്ലൈ എന്ന് പറയും, നമ്മുടെ തെങ്ങിന്റെ തടിയൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെ വാഴ ഒക്കെ ഇങ്ങനെ അഴുകുന്ന സമയത്ത് അതിലൊക്കെ ധാരാളമായിട്ട്, വാഴത്തടിയിലൊക്കെ ധാരാളമായിട്ട് വരുന്ന സാധനമാണ് ബനാന സ്റ്റോക്ക് ഫ്ലൈ. അതായത് കൂടുതലായിട്ടും നമ്മുടെ വാഴയുടെ തടിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. പക്ഷെ അതേസമയത്ത് തന്നെ തെങ്ങിന്റെ തടിയിലൊക്കെ, തെങ്ങിൽ നിന്ന് ചിലപ്പോൾ ഈ ചാറൊഴുകുന്ന അസുഖമൊക്കെ ഉള്ള സമയത്ത് അതിലൊക്കെ വന്നിരിക്കാറുള്ള ഒരു
ഈച്ച വിഭാഗത്തിൽപ്പെട്ട ഷഡ്പദമാണ്. ഇരിപ്പ് തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഇരിപ്പാണ്. ഇന്ത്യയിലെ ഏകദേശം 100 സ്പീഷീസ് ഉണ്ടെന്ന് പറയും. പിന്നെ നമ്മള് വണ്ടിനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് ബീറ്റിൽ ഫ്ലൈ എന്ന്. ഇതൊക്കെ നമ്മളെ വീട്ടു പരിസരത്ത് കാണുന്ന സംഭവങ്ങളാണ്. ബീറ്റിൽ ഫ്ലൈ, ബീറ്റിലിനോട് സാദൃശ്യമുള്ള പക്ഷെങ്കിൽ ഒരു ഈച്ച വിഭാഗത്തിൽപ്പെട്ട ജീവികൾ. കൂനൻ ഈച്ച എന്ന് പറയാം നമുക്ക്, ക്രിപ്റ്റോണോട്ടിഡേ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ എപ്പോഴും ഈ ഒരു പോസിലാണ് ഉണ്ടാവുക. അപ്പോഴിങ്ങനെ കൂനി കൂടി ഇരുന്ന് ഇപ്പം മാവൊക്കെ പൂക്കുന്ന സമയത്ത് മാവിന്റെ പൂങ്കുലയിൽ നിന്ന് എടുത്തതാണ്. മാവ് ഇങ്ങനെ വിരിഞ്ഞു കഴിയുന്ന സമയത്ത് അതിൽ എപ്പോഴും ചാറൂറ്റാനൊക്കെ വരുന്ന സാധനം. അതുപോലെ നമ്മളെ അച്ചാറ് കുപ്പിയിൽ അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അതിലൊക്കെ വരുന്ന സാധനം സ്മോൾ ഫ്രൂട്ട് ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വിനാഗിരി ഈച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം, വിനിഗർ ഫ്ലൈസ് എന്ന് പറയുന്നത്. അതിന്റെ വളരെ ചെറിയ ജീവികളാണ്, അതിൽ കുറച്ച് വലിയ ജീവികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഈച്ചകൾ. അതുപോലെ ഫ്രൂട്ട് ഫ്ലൈസ്, കായീച്ച എന്ന് പറയുന്ന സാധനം. കായീച്ചകൾ നമ്മളെ മാവിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന്റെ കെണിയൊക്കെ, ഫിറമോൺ കെണികളൊക്കെ കൃഷി വകുപ്പുകാരൊക്കെ വിതരണം ചെയ്യാറുണ്ട്. അതിനെ അട്രാക്ട് ചെയ്യുന്നത് തുളസിയുടെ ഇല, അതുപോലെ ഈ ഒരു ചെടിയുണ്ട്, നമ്മുടെ അരേസിയിൽ വരുന്ന ചേമ്പിന്റെ ഒക്കെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഗാർഡൻ പ്ലാന്റ് ആണ്. അതിലും ധാരാളമായി ഇതിനെ അട്രാക്ട് ചെയ്യപ്പെടും. ഇതിന്റെ തണ്ടിൽ വന്നിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് ഈ തുളസി ചെടിയിൽ വന്നിരിക്കും. അതുകൊണ്ട് ഇതിന്റെ കെണിയിൽ നമ്മൾ ഫിറമോൺ കെണിക്ക് പകരം തുളസിയുടെ ഇല ഞെരടിയിട്ട് കട്ടൻ കാപ്പിയിലൊക്കെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്താൽ ധാരാളം ഒരു 10-200 ഈ കായീച്ചകളൊക്കെ ഒരു ദിവസം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ മാവിന്റെ മേലെ മാങ്ങ മൂക്കാനാകുന്ന സമയത്താണ് ഫ്രൂട്ട് ഫ്ലൈസിന്റെ ആക്രമണം ഉണ്ടാവുക. ആ സമയത്ത് അത്തരത്തിലൊരു കെണി ആക്കി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ സോൾഡിയർ ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കടന്നലാണെന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത്. കടന്നലിനോട് സാദൃശ്യമുള്ള, ഇരുണ്ട കടന്നലിനോടൊക്കെ സാദൃശ്യമുള്ള ഒരു ഈച്ചയാണ്. പക്ഷെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപകാരം നമുക്കുണ്ട്. അതാണ് ഈ സാധനം. നമ്മളെ വേസ്റ്റ് ഡിസ്പോസൽ, നമ്മളെ റിംഗ് കമ്പോസ്റ്റ് ഒക്കെ ഇപ്പോഴും മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കും. ആ റിംഗ് കമ്പോസ്റ്റിൽ കാണുന്ന ഈ ലാർവകൾ മുഴുവൻ ഈ സോൾഡിയർ ഫ്ലൈസിന്റെ ലാർവകളാണ്. ഇത് ഹൈ പ്രോട്ടീൻ ഉള്ള സാധനമാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ കാലിത്തീറ്റയായിട്ടൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ സോൾഡിയർ ഫ്ലൈസ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ലാർവകളാണ് നമ്മളെ അടുക്കള വേസ്റ്റിനെ മിക്കവാറും കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത്. അത് നമ്മൾ പൈപ്പ് കമ്പോസ്റ്റിലും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇപ്പോഴും ഏറ്റവും വിജയകരമായ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് റിംഗ് കമ്പോസ്റ്റ് ആണ്. അതിൽ ഇത്തരം ലാർവകളെ, ലക്ഷക്കണക്കിന് ലാർവകൾ നമുക്ക് കാണാം. അവയാണ് അതിനെ വിഘടിപ്പിക്കുന്നത്. നമ്മുടെ വേസ്റ്റിനെ വിഘടിപ്പിച്ചുകൊണ്ട് അതിനെ തിന്ന് നശിപ്പിച്ചുകൊണ്ട് പ്രോട്ടീൻ, ഹൈ ക്വാളിറ്റി പ്രോട്ടീനുള്ള സാധനമാണ്. അതിന് ക്രൈസോപ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട, ടബാനിഡേ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു തരം ഈച്ചകൾ നമുക്ക് നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ കാണാം. മാവിന്റെ മേലെ, മരങ്ങളുടെ മേലെ, പൂവിലൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് ഈ പല പൂക്കളിലും പോളിനേഷൻ നടത്തുന്നതിൽ, പോളിനേറ്റ് ചെയ്യുന്നതിൽ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. മാവിന്റെ മേലെ പല ഇലകളുടെ ഉപരിതലത്തിൽ വന്നിരിക്കുന്ന ഒന്നാണ് ലോങ് ലെഗ് ഫ്ലൈസ് എന്ന് പറയുന്നത്. കോണ്ടൈലോസ്റ്റൈലസ് ലോങ് ലെഗ് ഫ്ലൈസ്, കാലുകൾ വളരെ നീളം കൂടിയതായിരിക്കും. ഇതുപോലെ ലോങ് ലെഗ് ഫ്ലൈസ്. പിന്നെ നമുക്കറിയാം നമ്മുടെ റോബർ ഫ്ലൈസ് എന്ന് പറയുന്ന, അതിനെ റോബറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, റോബറി എന്ന് പറയുന്ന പിടിച്ചു പറിക്കുക, കൊള്ള നടത്തുക എന്നാണ് യഥാർത്ഥത്തിൽ ആ പേരിട്ടത്. ഒരു ശരിയായ പേരല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റോബറി അല്ലാതെ നടത്തുന്നത് അതിന് അവകാശപ്പെട്ട, അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണമായ ജീവജാതികളെ പിടിക്കുന്ന പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ഷഡ്പദങ്ങളാണ് റോബർ ഫ്ലൈസ് എന്ന് പറയുന്നത്. ഒരുപാട് തരത്തിലുള്ള റോബർ ഫ്ലൈസിനെ കാണാം. റോബർ ഫ്ലൈസിനെ പറ്റിയുള്ള പഠനങ്ങൾ നമുക്ക് കേരളത്തിൽ പൊതുവെ കുറവാണെന്ന് പറയാം. അതുപോലെ തന്നെ പ്രിഡേറ്ററി ഇൻസെക്റ്റ് ആണ്. മറ്റ് ഷഡ്പദങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, അല്ല മറ്റ് ജീവജാതികളെ ഭക്ഷണമാക്കുന്ന ജീവി വിഭാഗമാണ് തൊഴുകയ്യം പ്രാണികൾ, പ്രാർത്ഥിക്കുന്ന പ്രാണികൾ, ആശാരിത്തുള്ളൻ എന്നൊക്കെ പറയുന്ന ജീവജാതികൾ. അത് നമുക്ക് ഇന്ത്യയിൽ അല്ല ലോകത്തിലെ ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്പീഷീസ് ഇന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും എനിക്കൊന്ന് ഒരു 70-ലധികം 171 സ്പീഷീസിനെ കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവർ മാൻഡിസ് എന്ന് പറയും. പൂക്കൾക്കിടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പെട്ടെന്ന് മനസ്സിലാവില്ല.
കമോഫ്ലാഷ് എന്ന് പറയുന്ന പശ്ചാത്തലത്തോട് ചേർന്ന നിറ വ്യതിയാനങ്ങളും സ്പോട്ടുകളൊക്കെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. ഫ്ലവർ മാൻറ്റിസ് ആണ് പൊതുവെയുള്ള ഒരു പേര്. ഫ്ലവർ മാൻറ്റിസിന് മാവിന്റെ മേലെ സ്ഥിരമായിട്ട് കാണുന്നു. അതുപോലെ വയലിൻ മാൻറ്റിസ് എന്ന് പറയുന്നത് ഒരു വയലിന്റെ സ്റ്റൈലൊക്കെ കാണുന്ന ഗോങ്കിലോയിഡസ്, ഒരു കുതിരയുടെ മുഖമൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വയലിൻ മാൻറ്റിസ് ആണ്. ഇതും നമ്മുടെ വീട്ടുപരിസരത്ത് ധാരാളമായി കാണുന്നതാണ്. അതിന്റെ ഒരു ക്ലോസപ്പ് ആണ് മീറ്റിംഗ് ഓസ്ട്രേലിയയിൽ വയലിൻ മാൻറ്റിസ് എന്ന് പറഞ്ഞ ക്ലോസപ്പ് ആണ്. ഇതുപോലെ ചെറിയ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ഷഡ്പദങ്ങൾ അല്ലെങ്കിൽ മാൻറ്റിസുകളുണ്ട്. ഈച്ചകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നൂറുകണക്കിനെണ്ണം ഒരുമിച്ച് അത് വിരിഞ്ഞു വരും. അതിന്റെ ഊത്തിക്കയിൽ നിന്നെല്ലാം മുട്ടക്കൂടും. അത് വിരിഞ്ഞ ഉടനെയുള്ള അതിന്റെ കുപ്പായം മാറ്റിയ ഉടനെയുള്ള ഒരു ചിത്രമാണ്. ഇതിന്റെ ഊത്തിക്ക ഇതുപോലെ ഉണ്ടായിരിക്കും. നമ്മളെ കൂറയുടെ ഒക്കെ മുട്ടക്കൂടിനോട് സാദൃശ്യമുണ്ടായിരിക്കും. ചിലതിന് കുറച്ചും കൂടി ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. പലതരം ഷേപ്പിലുള്ള ഊത്തിക്ക അല്ലെങ്കിൽ മുട്ടക്കൂട് ഉള്ളതാണ്. ഈ മുട്ടക്കൂടിൽ തന്നെ നൂറുകണക്കിന് മുട്ടകൾ ഉണ്ടായിരിക്കും. നൂറുകണക്കിന് ഒരു 10-100 ഒരുമിച്ച് വിരിഞ്ഞ് അതിലുണ്ടാവും. ഇത് ഉറുമ്പുകളെ മിമിക് ചെയ്യുന്ന ഒന്നാണ്. കറുത്ത സാധനം ആൻ മിമിക്കിങ് ഇത് പ്രാർത്ഥിക്കുന്ന പ്രാണിയാണ്. അതുപോലെ തന്നെ ഇത് അതിന്റെ മുട്ടക്കൂടാണ്. ഊത്തിക്ക എന്ന് പറയും. നേരത്തെ പറഞ്ഞു. അതിന്റെ ഹിറോ റോഡുല എന്ന് പറയുന്ന ഒരു സാധനം. ഇതും സാധാരണമായി ഇലകൾക്കിടയിലൊക്കെ കാണുന്നതാണ്. ഇത് ശംഖുപുഷ്പത്തിന്റെ വള്ളീൻ്റെ ഇടയിൽ കണ്ട വീട്ടിൽ തന്നെയുള്ള ചിത്രമാണ്. പിന്നെ സ്റ്റാറ്റീലിയ എന്ന് പറയുന്ന ജനസിൽപ്പെട്ട സാധനം, അത് മുട്ടയിടുന്നതിൻ്റെ ഒരു അതാണ്. മുട്ടയിട്ട് അത് കാറ്റത്ത് അതിൻ്റെ മുട്ടകൾ ഉറച്ചിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ പതപത ഉറച്ചു പോയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ധാരാളമായിട്ട് മുട്ട ഉണ്ടാകുക. പൊതുവെ ഈ വലിയ മാൻറ്റിസിന്റെ മുട്ടക്കൂടാണ് ഊത്തിക്ക എന്ന് പറയുന്നത്. ഇതിപ്പോഴും പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ വിൽപ്പനക്ക് ഉണ്ട്. ഇത് കുറെ എണ്ണം കൃഷിയിടത്തിൽ വെച്ച് കഴിഞ്ഞാൽ 10-200 കുഞ്ഞുങ്ങളൊക്കെ അതിൽ നിന്ന് വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങണം. ഒരുപാട് മാൻറ്റിസ് അതിനെ പറ്റിയുള്ള ഒരു ചൊല്ലാണ്. മാൻറ്റിസ് ഐ ഫിയർ ഹാസ് നോ ഹേർട്ട്, ഷീ ഈറ്റ്സ് ഹെർ ഹസ്ബൻഡ് ആൻഡ് ഡെസേർട്ട് ഹെർ ചിൽഡ്രൻ എന്നാണ് ഒരു ഫ്രഞ്ച് എൻറ്റമോളജിസ്റ്റ് ഇതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ ഇല്ലയോ എന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ സ്പീഷീസുകളിൽ ഷഡ്പദ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു ഗോത്രമാണ് കോളിയോപ്റ്ററ, അല്ലെ വണ്ടുകളുടെ ഗോത്രം എന്ന് പറയുന്നത്. കോളി എന്നുള്ള വാക്ക് ഷീത്ത് എന്ന് പറഞ്ഞൊരു കവചത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് 2 ജോഡി ചിറകുകളിൽ മുൻചിറകുകൾ വലിയ കട്ടിയുള്ള കവചം പോലെ ഉണ്ടായിരിക്കും. അത് പിൻചിറകുകളെ മൂടിയിട്ടാണ് സാധാരണ ഉണ്ടാകും. 3,89,487 അല്ലെങ്കിൽ 500ഓളം സ്പീഷീസുകളാണ് ലോകത്തിലൊട്ടാകെ കണ്ടുവരുന്നത്. അതിൽ നമ്മൾ മാവിന്റെ മേലെയൊക്കെ ഞാൻ കൂടുതലും മാവിന്റെ മേലെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മാവിന്റെ മേലെ കാണുന്ന ഒരു സാധനം, അതിന്റെ പേര് തന്നെ മാഞ്ചിഫെറിയായിട്ട് ബന്ധം മാംഗോ സീഡ് വീബിൾ എന്ന് പറയും. മാങ്ങയുടെ കൊരട്ടയൊക്കെ നമ്മൾ തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ആന പോലുള്ള സാധനം ഉണ്ടാകും. ചെറിയൊരു ആനയുടെ മിനിയേച്ചർ രൂപമായ ഒരു വണ്ടിനെ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അതിനെ മാംഗോ സീഡ് വീബിൾ എന്ന് പറയും. മാങ്ങ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങക്കൊട്ട തല്ലിപ്പൊളിച്ച്, ഉണക്കിയ മാങ്ങക്കൊട്ട തല്ലിപ്പൊളിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പെടുത്തിട്ട് അത് പലഹാരം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തല്ലിപ്പൊളിക്കുന്ന സമയത്ത് മാവിന്റെ പുരട്ടേൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ തെങ്ങിന് ഏറ്റവും ഭീകരമായി ആക്രമിക്കുന്ന റെഡ് വാം വീവിൽ എന്ന് പറയുന്നു. പാൽ വീവിൽ, അത് വിട്ടുപോലും. പിന്നെ നമ്മളെ മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നു. മഴക്കാലത്ത് മണ്ണിനടിയിൽ നിന്ന് മഴ പെയ്ത സമയത്താണ് അത് അതിന്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. അതിന്റെ ഗ്രൗണ്ടിലാണ് അതിന്റെ ലാർവകൾ പ്യൂപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെ കൊക്കൂണായി മാറുന്നത്. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇത് മഴക്കാലത്താണ്. കാരണം മഴക്കാലത്ത് മണ്ണ് ഉതിർന്നു പോകില്ല. കൃത്യമായിട്ട് അതിനെ പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. മഴക്കാലം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് നൂറുകണക്കിന് എണ്ണം ഇത് പുറത്തേക്ക് വരും. അതിന്റെ ലാർവയാണ് നമ്മൾ അണ്ടൻപുഴു, ചിങ്ങമ്പുഴു എന്നൊക്കെ പറയുന്ന ലാർവകള്, ചാണകപ്പുഴു എന്നൊക്കെ പറയാറുണ്ട്. ഈ പല വിളകൾക്കും ഇത് ഹാനികരമായി മാറാറുണ്ട്, കിഴങ്ങ് വിളകൾക്ക് പ്രത്യേകിച്ച്. അതുപോലെ വളമുരട്ടി വണ്ടുകൾ എന്ന് പറയുന്നത് ഡങ് ബീറ്റിൽസ്. നമ്മുടെ ഈ പോഴി പ്രദേശത്തൊക്കെ വളരെ കുറവാണ്. നമ്മൾ കുറച്ച് കാടുള്ള പ്രദേശത്ത്, ആറളത്തും അതുപോലെ
പല സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡങ് ബീറ്റിൽസിനെ ധാരാളമായി കാണാം. പ്രത്യേകിച്ച് വരണ്ട പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണാം. അവിടെയുള്ള കന്നുകാലികളൊക്കെ ഇടുന്ന ചാണകത്തെ ഡീകമ്പോസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന വണ്ടുകളാണ് വളമുരുട്ടി വണ്ടുകൾ എന്ന് പറയുന്നത് ഡങ് ബീറ്റിൽസ്. ഒരുപാട് തരത്തിലുള്ള ഡങ് ബീറ്റിൽസ് ഉണ്ട്. അതിൽ കുറച്ചെണ്ണത്തിന്റെ ചിത്രമാണ് നെറ്റിൽ നടത്തിയ ചിത്രമാണ്. അതുപോലെ ക്ലിക്ക് ബീറ്റിൽസ്, ഇത്തരം പ്രാണികൾ നമ്മൾ കണ്ടിരിക്കും വീട്ടിന്റെ പരിസരത്തേക്ക് ഇപ്പോൾ ധാരാളമായിട്ട്. ഈ ഒരു സമയത്ത് വേനൽക്കാലത്ത് ഒരുപാട് എൻ്റെ വീട്ടിന്റെ ബാൽക്കണിയിൽ ഇതിനോട് ഒരു 10-15 ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും കുറച്ചുകൂടി വലിപ്പം കൂടിയാണ്. ഇതിനെ നമ്മൾ പിടിച്ച് മലത്തിയിട്ടാൽ അത് ക്ലിക്ക് ശബ്ദത്തോടുകൂടി വീണ്ടും തുള്ളിത്തെറിച്ച് ശരിയായ പോസ് തന്നെ ആയിരിക്കും. ക്ലിക്ക് ബീറ്റിൽസ്. ക്ലിക്ക് ബീറ്റിൽസിന്റെ ഒരുപാട് സ്പീഷീസുകളുണ്ട്. പലതരത്തിലുള്ള പല നിറ വ്യതിയാനങ്ങളൊക്കെ കാണാറുണ്ട്. കുറച്ചും കൂടി വലിപ്പം കൂടിയ ഒന്നാണ് ഇത്. കാസർഗോഡ് നിന്ന് മുമ്പ് കിട്ടിയത്. അതുപോലെ നമ്മൾ ഇപ്പോഴും പല വീടുകളിലും പ്രശ്നമാകുന്ന ഒന്നാണ് മൊപ്ലി ബീറ്റിൽസ് എന്ന് പറയുന്ന ഓട്ടുരുമ എന്നൊക്കെ പറയുന്ന, ഇന്നത്തെ ഇതൊരു പത്രത്തിലോ മറ്റോ അതിനെ പറ്റി ഉണ്ട്. ഇതിന്റെ ഒരു സ്പീഷീസ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏതോ സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് മണ്ണിലാണ് മുട്ടയിട്ട് ബ്രീഡ് ചെയ്യുന്നത്. പഴയ കാലത്ത് ഇതിനെ കൺട്രോൾ ചെയ്തിരുന്നത് കാട്ടുകോഴികളായിരുന്നു. കാട്ടുകോഴികളും കോഴികളുമായിരുന്നു എന്നാണ് ഇതിനെ പറ്റിയുള്ള പഠനങ്ങൾ പറയുന്നത്. പിൽക്കാലത്ത് കോഴികളുടെ എണ്ണം കുറയുന്നത് മറ്റു പല കാരണങ്ങൾ, റബ്ബർ തോട്ടങ്ങളിലൊക്കെയാണ് ഇത് ധാരാളമായിട്ട് വലിയ മെനേസായിട്ട്, വലിയ ഭീഷണിയായിട്ട് കാണുന്നത്. പിന്നെ നമ്മളെ ആമ വണ്ടുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ പുറത്തൊരു വലിയ കവചം പോലുള്ള, ചിലപ്പോൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കവചങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ആമയോട് സാദൃശ്യമുള്ള ടോർട്ടിസ് ബീറ്റിൽ എന്ന് പറയുന്ന സാധനമാണ്. അതിന്റെ കുറെ സ്പീഷീസുകൾ നമുക്ക് വളരെ സാധാരണയായിട്ട് കാണാം. ആമയുടെ പുറന്തോട് പോലെയൊക്കെ കാണാം. വളരെ പൊന്നാമ എന്നൊക്കെ പറയുന്നതിന് ഗോൾഡൻ കളറിലുണ്ട്, പൊന്നാമ എന്ന് പറയും. പച്ച നിറത്തിലുണ്ട്. അതിനോട് സാദൃശ്യമുള്ള അതിന്റെ കുറച്ച് ബന്ധു എന്ന് പറയുന്നത് ടെന്നിബ്രയോണിഡെ എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന ഒരു വണ്ടാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് ഉള്ള ചിത്രം തന്നെയാണ്. അതുപോലെ നമ്മളെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഒരുപാട് ബീറ്റിൽസ് ഉണ്ട്. വെള്ളം നമ്മൾ വിചാരിക്കുന്ന പുഴകളിലൊക്കെ താമസിക്കുന്ന മത്സ്യങ്ങളും മറ്റു കുറച്ച് ജീവികളും മാത്രമേ ഉള്ളൂ. പുഴകളിൽ നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് അക്വാറ്റിക് ഇൻസെക്ട്സിനെ കാണും. അക്വാറ്റിക് ഇൻസെക്ട്സ് ഉള്ളത് വെള്ളത്തിന്റെ ഒരു ആരോഗ്യത്തിന്റെ സൂചകങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് വേൾഗിക് ബീറ്റിൽസ് അല്ലെങ്കിൽ എഴുത്താശ എന്നൊക്കെ പറയും. പിന്നെ കൃത്യമായിട്ട് ഒരു ലക്കുലഗാനമില്ലാത്ത രീതിയിലാണ് ഇതിന്റെ സഞ്ചാരം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പേര് വേൾഗിക് ബീറ്റിൽസിന്റെ. അതുപോലെ ഫയർഫ്ലൈസിന്റെ പഠനങ്ങൾ നമുക്ക് വളരെ കുറവാണ്. മിന്നാമിനുകളിൽ ആണുങ്ങൾക്ക് മാത്രമേ ചിറകുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിന് ഫയർഫ്ലൈസ് എന്ന് പറയും. മിന്നാമിനുകളിന് ചിറകുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ ഫയർഫ്ലൈസ് എന്ന് പറയാം. നമുക്ക് 3 സ്പീഷീസ് എങ്കിലും കേരളത്തിലുണ്ട്. 3-ൽ കൂടുതൽ സ്പീഷീസുകളുണ്ട്. 3-എണ്ണത്തിന്റെ ചിത്രം എടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ മിന്നാമിനുകൾക്ക് ഉണ്ടാവില്ല. അത് പുഴുക്കളെ പോലെ ഇങ്ങനെ തറയിൽ ഇഴഞ്ഞു നടക്കുകയാണ് ചെയ്യുന്നത്. മുട്ടകൾക്ക് കാവലിരിക്കും. അത് ആഹരിക്കുന്നത് ഒച്ചുകളെയാണ്. ഒച്ചുകളെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് മിന്നാമിനുകളുടെ ലാർവകളും അതിന്റെ മിന്നാമിനുകളും. മഴക്കാലത്താണ് ചപ്പുചവറുകൾ ചെയ്യുന്ന സമയത്താണ് ഒച്ചുകൾ ഉണ്ടാവുക. ആ ഒച്ചുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഏജന്റുമാരാണ് ഈ മിന്നാമിനുകൾ അല്ല മിന്നാമിനിന്റെ ലാർവകൾ. ഇത് പകലും കാണാൻ പറ്റും. പകല് ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കും. പകലും ഇത് ഇരപടിക്കാറുണ്ട്. പകല് പുറത്തിറങ്ങുന്ന ഒച്ചുകളൊക്കെ പകല് ഇലേന്റെ ഇടയിലുള്ള ഒച്ചുകളൊക്കെ ഇത് കൺട്രോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനെ റിഡേറ്റ് ചെയ്യാൻ ആഹരിക്കാം. തുമ്പികൾ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. അത് വളരെ മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് തുമ്പികളിലേക്ക് അത് നടക്കുന്നില്ല. പിന്നെയുള്ളത് നമ്മളെ തേനീച്ചകളും അതുപോലെ നമ്മൾ എല്ലാവരും പേടിക്കുന്ന കടന്നൽ വിഭാഗത്തിൽപ്പെട്ട ജീവജാതികൾ, അതുപോലെ പലതരത്തിലുള്ള ഉറുമ്പുകളൊക്കെയാണ്. തേനീച്ചകൾ നമുക്കറിയാം ഏറ്റവും മോസ്റ്റ് എഫിഷ്യന്റ് പോളിനേറ്റേഴ്സ്. പരാഗണത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ജീവികൾ തേനീച്ചകളാണ്. പക്ഷെ അതിനേക്കാളും അംഗസംഖ്യ മറ്റ് ജീവികൾക്കുള്ളത് കൊണ്ട് മറ്റ് ഒരുപാട് ഷഡ്പദങ്ങളും പരാഗണത്തിൽ സഹായിക്കുന്നു. അപ്പിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവജാതികളാണ് നമ്മൾ പോറ്റുന്ന അല്ലെങ്കിൽ തേനെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജീവജാതി. അതിൽ നമുക്കറിയാം 4 വിഭാഗത്തിൽപ്പെട്ട ജീവജാതികളാണ് പ്രധാനമായിട്ടുള്ള 4 തേനീച്ചകൾ. അതുപോലെ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്ന പോട്ടർ വാസ്ക് എന്ന് പറയുന്ന പല തരത്തിലുള്ള പോട്ടർ വാസ്കുകൾ ഉണ്ട്. പിന്നെ പ്രിഡേറ്ററി വാസ്കുകളാണ് മറ്റ് ജീവജാതികളുടെ മറ്റ് ജീവികളുടെ മേലെ മുട്ടയിടുന്ന ഒരു ഇഗ്നിമോണിയുടെ വാസ്കുകൾ എന്ന് പറയും. ഇതൊക്കെ ഉണങ്ങിയ ഇലകൾക്കിടയിലാണ് അതിന്റെ കൂടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കഴിയുന്നത്. നമ്മള് കാർപ്പന്റർ പീസ് എന്ന് പറഞ്ഞാൽ കരിവണ്ട് എന്നാണ് പറയാറുള്ളത്. കരിവണ്ട് എന്ന് പേരെങ്കിൽ കൂടി വണ്ടുകളുടെ ഗോത്രത്തിലല്ല വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തേനീച്ചകളുടെയും കടന്നലുകളുടെ ഒക്കെ വിഭാഗത്തിൽ വരുന്ന അല്ലെങ്കിൽ ഗോത്രത്തിൽ വരുന്ന ജീവജാതികളാണ്.
ഇത് പഴയ മരത്തിൽ അല്ലെ പഴയ മുളയിലൊക്കെ ഇതുപോലെ പഴകി കഴിഞ്ഞാൽ ഇത് കടിച്ചു തിന്നതിന് ഉള്ളിൽ ദ്വാരം ഉണ്ടാക്കും. അതുകൊണ്ട് അതിന് കാർപ്പൻ്റർ ബി, സൈലോകോപ്പ എന്ന് പറയുന്ന ജനിസപ്പെട്ട കുറച്ച് ജീവജാതികളാണ് ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത്. അതും പരാഗണത്തിന് വളരെയേറെ സഹായിക്കും. പ്രത്യേകിച്ച് അവര പയറുവർഗ്ഗ ചെടികളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പൂക്കളിൽ വന്നിരിക്കുന്ന സാധനമാണ് സൈലോകോപ്പ. പിന്നെയുള്ളത് ലീഫ് കട്ടർ ബീസ്. ചില ചെടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ തൊഴുകൈ ഇന്ത്യൻ ടെലിഗ്രാഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തൊഴുകണി എന്നൊക്കെ പറയുന്ന ചെടികളുടെ ഇലകളൊക്കെ കൃത്യമായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്, അല്ല ചില തവര ചെടികളിലൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്, അത് ചെയ്യുന്നത് ഈ ലീഫ് കട്ടർ ബീസ്. അത് അതിൻ്റെ കൂടൊരുക്കുന്നതിന് വേണ്ടി ഈ ഇലകൾ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ ഉള്ളിലാണ് പിന്നീട് മുട്ടയിട്ട് ലാർവകളെ വളർത്തുന്നത്. കോക്രോച്ച് പെസ്റ്റ്, പ്രത്യേകിച്ച് നമ്മുടെ കൂറകളെ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. നല്ല ഭംഗിയുള്ള നീല നിറത്തിലുള്ള ഒരു വണ്ടാണ്, കടന്നലാണ് കോക്രോച്ച് വാസ്പ്. ആംബുലിസിഡേ എന്ന് പറയുന്ന, ആംബുലെക്സ് എന്ന് പറയുന്ന ജെൻസിൽ വരുന്നത്. അതുപോലെ സ്പൈഡർ വാസ്പ് ഉണ്ട്, കുറെ സ്പീഷീസ് സ്പൈഡർ വാസ്പ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രൗൺ നിറത്തിലുള്ള സ്പൈഡർ വാസ്പ് ഉണ്ട്. മറ്റൊരു സ്പൈഡർ വാസ്പാണ് ഇത്. പിന്നെ നമ്മൾ അതിൻ്റെ ശരീരത്തിൽ 18,333 ഒക്കെ എഴുതിയ സാൻഡ് വാസ്പുകൾ എന്ന് പറയും. സാൻഡ് വാസ്പ് മണ്ണിലാണ് ഇത് കൂടൊരുക്കുന്നത്. മണ്ണിൻ്റെ ഉള്ളിലേക്ക് കൂടൊരുക്കിയിട്ട് അതിലാണ് അതിൻ്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്. അത് ചിലപ്പോൾ ചില ബീറ്റിൽസിനെയൊക്കെ അത് പിടിച്ച് ബോധം കെടുത്തിയിട്ട് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാറുണ്ട്, അതിൻ്റെ ലാർവകൾക്ക് തീറ്റയായിട്ട്. അങ്ങനെയുള്ള ബി വാസ്പ്, ഇത്തരം വാസ്പുകളൊക്കെ ധാരാളമായിട്ട് ചെടികളിലും പൂക്കളിൽ ധാരാളമായിട്ട് വരിക. പിന്നെ ഹോർണറ്റ് വാസ്പ്, നമ്മള് ചാമുണ്ടി കടന്നൽ, പാനിക്കടന്നലൊക്കെ പറയുന്ന ഭീകരമായ ഒരു കടന്നൽ, ചിലപ്പോൾ അതിന്റെ കുത്തേറ്റ് ആളുകൾ മരിക്കാറുണ്ട്. അത്രയും കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള സാധനമാണ് വെസ്പ ട്രോപ്പിക്ക. നിങ്ങൾ പഴയ കാലത്ത് വെസ്പ എന്നുള്ള ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടർ ഇതിന്റെ ഈ അബ്ഡമന്റെ ആകൃതിയിലാണ് അതിന്റെ സ്കൂട്ടറിന്റെ ഒരു ഭാഗമുള്ളത്. അതാണ് ആ സ്കൂട്ടറിന് വെസ്പ എന്ന് പറയുന്നത്. ചില ബസ്സുകൾക്ക് ടാറ്റയുടെ ചില ബസ്സിനൊക്കെ മുമ്പ് ചീറ്റ എന്നൊക്കെ പേര് കൊണ്ട്. അപ്പോൾ ജീവജാതികളുടെ പേരിൽ അറിയപ്പെടുന്ന കുറെ ട്രേഡ് നെയിംസ് അത്തരം വാഹനങ്ങൾ നമ്മൾ പുറത്തിറക്കാം. പോട്ടർ വാസ്പുകളിലെ വ്യത്യസ്തമായ തരത്തിലുള്ള പോട്ടർ വാസ്പുകളാണ്. അതുപോലെ കുക്കു വാസ്പ്, നല്ല ഭംഗിയുള്ള മെറ്റാലിക് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറിലൊക്കെ ഉണ്ടാകുന്ന വളരെ ഭംഗിയുള്ള, ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം കുക്കു വാസ്പ്. അതുപോലെ വെൽവെറ്റ് ആൻഡ് എന്ന് പേരുണ്ടെങ്കിൽ കൂടി വെൽവെറ്റ് ആൻഡ് അതിന്റെ ഫീമെയിലിന് ചിറകുണ്ടാവില്ല, മെയിലിന് മാത്രമേ ചിറകുണ്ടാവുള്ളൂ. ഇത് നമ്മുടെ പരിസരത്തൊക്കെ ധാരാളമായിട്ട് കാണുന്നതാണത്. ഇത് നോക്കാത്തതുകൊണ്ടായിരിക്കും. അതിന്റെ മേറ്റിംഗ് പോസ്റ്റാണിത്, അതിന്റെ ഫീമെയിലാണിത്. ഉറുമ്പുകളും നമുക്ക് ധാരാളമായിട്ട് കാണാം. നമുക്ക് ഉറുമ്പുകളെ പറ്റിയുള്ള ഒരുപാട് പഠനങ്ങൾ കേരളത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളുണ്ട്. തിരുവനന്തപുരത്തുള്ള മനോജും കലേഷൊക്കെ ഉറുമ്പുകളെ പറ്റി ഒരുപാട് ഗവേഷണം നടത്തുന്ന ആളുകളാണ്. നമ്മൾ പശ്ചിമഘട്ടത്തിൽ 100-ലധികം സ്പീഷീസ് ഉറുമ്പുകളെ കാണുന്നത്. കേരളത്തിൽ 150ഓളം സ്പീഷീസുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. നിശാശലഭങ്ങൾ നമുക്കറിയാം. നിശാശലഭങ്ങളിലേക്ക് അധികം കടക്കുന്നില്ല, പരിചയമായ ഒരു മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിലും നമ്മൾ മനോഹരമായ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാലകൃഷ്ണൻ വളപ്പിലാണ് ഇപ്പോഴും അതിന് ഏറ്റവും നന്നായിട്ട് കേരളത്തിലെ നിശാശലഭങ്ങളെ പറ്റി പഠിച്ച ആള്. അതിന് അദ്ദേഹം ഒരു 200ഓളം നിശാശലഭങ്ങൾ ഭംഗിയുള്ള പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പകൽമണി, രാഗമാലിക, കലാകോൽക്കാരൻ, അങ്ങനെയുള്ള പേരുകളൊക്കെ, പാവാടക്കാരി തുടങ്ങിയ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിത്രശലഭങ്ങൾ മറ്റൊരു ക്ലാസ്സിലേക്ക് പറയുന്നതുകൊണ്ട് അതിലേക്ക് അധികം കടക്കുന്നില്ല. അതുപോലെ നമ്മൾ മൂട്ട വിഭാഗത്തിൽ യഥാർത്ഥത്തിലുള്ള മൂട്ടകൾ, ട്രൂ ബഗ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഹെമിറ്റീറ എന്ന് പറയുന്ന വിഭാഗം. ഹെമി എന്ന് പറഞ്ഞാൽ നമുക്ക് 1/2 എന്ന് പറയുന്നത്, ടീറ എന്ന് പറഞ്ഞാൽ വിങ്സ്, 1.5 ചിറകുള്ളത് എന്ന് വേണമെങ്കിൽ തമാശക്ക് പറയാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പഴയ കാലത്ത് ഇപ്പോഴും നമുക്ക് കുട്ടികൾക്കൊന്നും അധികം അറിയാത്ത, നമ്മൾ പലരും ഇപ്പം കണ്ടിട്ടില്ലാത്ത പഴയ കട്ടിലിന്റെ ഇടയിലൊക്കെ പഴയ ഈ സിനിമാ തിയേറ്ററിലെ കസേരകളിൽ, റെയിൽവേ സ്റ്റേഷന്റെ കസേരകളിലൊക്കെ ഇപ്പോഴും ചിലപ്പോൾ കാണുന്ന ഒന്നാണ് ബെഡ് ബഗ് എന്ന് പറയുന്ന കിടക്കയിലൊക്കെ വരുന്ന മൂട്ട. ഒരിക്കൽ ചോര ഊറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക്, മാസങ്ങളോളം അതിന് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയും. ഇത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് മൂട്ട കടിക്കാറുണ്ടായിരുന്നു.
ഒരു പ്രാവശ്യം സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു ഇൻസെക്ട്സിന്റെ ഒരു പുസ്തകം ചെയ്യുന്ന സമയത്ത്, പുസ്തകവും അതിന്റെ PDF ഒക്കെ ചെയ്യുന്ന സമയത്ത് മൂട്ടയുടെ ചിത്രം അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ജാഫർ പാറോട്ട് വിളിച്ചിട്ട് മൂട്ടയുടെ ചിത്രം കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കണ്ടവരുടെ വിഷയം കളക്ട് ചെയ്തിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണ് ഈ മൂട്ട. അതിന് ലൈഫ് സൈക്കിൾ ആണ് നമുക്കറിയാം. പിന്നെ നമ്മള് ചീവീടുകൾ എന്ന് പറയുന്ന സൈലന്റ് വാലിയിൽ ചീവീടുകൾ ഇല്ലാത്തതാണ് സൈലന്റ് വാലി എന്നുള്ള പേര് കിട്ടിയെന്നൊക്കെയുള്ള കഥകൾ നമ്മൾ പണ്ട് പറയാറുണ്ട്. അതിൽ സൈലന്റ് വാലിയിലും ചീവീടുകളുണ്ട്. അത് ചീവീടുകളെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 8 സ്പീഷീസ് 10 സ്പീഷീസുകൾ ഉണ്ടെന്ന് കണക്കാക്കിയിരിക്കുന്നു. അതിൽ ഏറ്റവും അടുത്ത കാലത്തായിട്ട് പണ്ട് പുരാണ ടൈഗ്രീന എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് കലേഷും സുഹൃത്തുക്കളും ചേർന്നിട്ട് ജെബിൻ ജോസ് ഒക്കെ ചേർന്നിട്ട് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തതിന് ചീവീട് എന്നുള്ള മലയാളം പേര് തന്നെയാണ് അതിന്റെ സ്പീഷീസ് പേരായിട്ട് കൊടുത്തത്. നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചീവീടുകളിൽ ഏറിയ പങ്കും ഇതായിരിക്കാനാണ് സാധ്യത. സിക്കാഡകളെ പറ്റിയും ഒരു സ്ത്രീവിരുദ്ധ പരാമർശമുണ്ട്. ഹാപ്പിയാദി സിക്കാഡാസ് ഫോർ ദർ വൈസ് ആർ മ്യൂട്ട് എന്ന ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ഒരു ചൊല്ലുണ്ട്. അത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റും. അതായത് പെൺ സിക്കാഡകൾക്ക് ശബ്ദിക്കാനുള്ള കഴിവില്ല. ഇത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് ആയിട്ടുള്ള നമ്മൾ വയനാട് ഭാഗത്തൊക്കെ അല്ലെങ്കിൽ സൈലന്റ് വാലിയിലും വയനാട് ഭാഗത്തൊക്കെയുള്ള നല്ല കാടുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലുള്ള ഒരു കറുത്ത ഒരു ചിറകുള്ള സിക്കാഡയാണ് ഗിർ അറ്റ്കിൻസോണി എന്ന് പറയുന്ന പശ്ചിമഘട്ട മേഖലയിൽ മാത്രമാണ്. അതിന്റെ വിരിയുന്ന ഒരു ചിത്രം വയനാട്ടിൽ നിന്ന് 34 മൈലിൽ ചിത്രം. അതുപോലെ സ്പിറ്റിൽ ബഗ്സ് നമ്മൾ പലപ്പോഴും നടക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള ചെടികളിലൊക്കെ ആരോ തുപ്പിയിട്ടതുപോലെ തുപ്പലുകൾ കാണാം. യഥാർത്ഥത്തിൽ അത് ഒരു തുപ്പൽ പ്രാണി എന്ന് പറയുന്ന പ്രാണികളുടെ നിംഫിന് കഴിയാനുള്ള ഒരു കവചം അല്ലെങ്കിൽ ഒരു ഒളി സങ്കേതമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രാണികളെ കാണാം. നമ്മൾ ഒരുപാട് സ്പീഷീസുകൾ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അല്ല നമ്മൾ ഇതിന് കുട്ടികൾ ഓട്ടോറിക്ഷ, വാഴപ്രാണി എന്ന് പറയാറുണ്ട്, ഓട്ടോറിക്ഷ എന്നൊക്കെ പറയാറുണ്ട്. ഓട്ടോറിക്ഷ പോലെ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഇത്തരം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ നിർത്തിയിട്ടതുപോലെ വാഴയുടെ ഇലകളിലും മറ്റു ചെടികളുടെ ഇലകളിലൊക്കെ കാണാം. ഇതാണ് ഓട്ടോ സ്റ്റാൻഡാണ്, ഓട്ടോറിക്ഷ പോലെ നമുക്ക്. പിന്നെ നമ്മളെ ഹിറ്റ്ലർ ബഗ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന നമുക്ക് കുട്ടിച്ചാത്തൻ വണ്ടി എന്ന് പേരിടാവുന്ന കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ മുഖത്തോട് സാദൃശ്യമുള്ള, മുഖത്തെഴുത്തിനോട് സാദൃശ്യമുള്ള സാധനം. അത് പല കളർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. നല്ല കട്ടിയുള്ള ചുവപ്പ് കാണാറുണ്ട്, ക്രീം കളറിൽ കാണാം, അതുപോലെ യെല്ലോ കളറിൽ കാണാം, അതിനിടയിലുള്ള ഇളം കളറിലൊക്കെ കാണാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതാണ്. ഈ പെന്റാറ്റോമിഡ എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ വരുന്ന ടാറ്റാകാന്തസ് ഇൻകാർണേറ്റസ് എന്നുള്ള വാക്ക് നമുക്കറിയാം അവതാരത്തെ സൂചിപ്പിക്കുന്നില്ല, ഒരു അവതാരമായിട്ട് നമുക്ക് തന്നെ കാണാം. ഈ ഗ്രൂപ്പിലുള്ള പല പെന്റാറ്റോമിഡ എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന പല ഈ പറയുന്ന ബഗ്ഗുകളും പ്രധാനമായിട്ട് 12 എണ്ണത്തിന്റെ കൂട്ടമായിട്ടാണ് സാധാരണ കാണുന്നത്. മിക്കവാറും 12 എണ്ണത്തിന്റെ കൂട്ടമായിട്ടാണ് മുട്ടയിടുന്നത്. 12 എണ്ണത്താണ് സാധാരണയായിട്ട് കാണാറുള്ളത്. പിന്നെയുള്ള ചില സാധനങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തോ ഒരു ജീവിയാണെന്നൊക്കെ പേര് വിചാരിച്ചു പോകും. ഭീകരനായ ഒരു ഭയങ്കരമായ ഒരു സാധനമായിട്ട് കണക്കാക്കേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ അതൊരു സാധുജീവിയുടെ ഒരു നിംഫ അവസ്ഥയാണ്. ഇതിന്റെ മെസ്സിന എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട ഒരു പ്ലാൻ പോപ്പറിന്റെ കുഞ്ഞാണ് നമ്മൾ നേരത്തെ ഉണ്ടായി സാധനം. അതുപോലെ വാഴയുടെ ഇലയന്റെ മേലെയൊക്കെ കാണുന്ന ഡെർബിഡ് പ്ലാൻ പോപ്പർ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഭംഗിയുള്ള ചിറക് വരിച്ചു, ചെറുതാണ്. പിന്നെ ഇതേപോലെ മുള്ളിന്റെ ഭാഗമൊക്കെയുള്ള നമ്മൾ പല രീതിയിലുള്ള പോപ്പേഴ്സ്, ചെറിയ പ്ലാൻ പോപ്പേഴ്സ് നമുക്ക് കാണാറുണ്ട്. ഇതും ഒരു പോപ്പറാണ്. പൾഗോറിഡ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ വരുന്ന അതിന്റെ കുഞ്ഞാണിത്. ഇത് കാളിദാസ എന്ന പേര്, കാളിദാസ ലനേറ്റ എന്നാണ് പേര്. അതിന്റെ കുഞ്ഞ് കാളിദാസൻ ആയിട്ടില്ല, അതുകൊണ്ട് കളിദാസൻ എന്ന് പറയാം. പിന്നെ നമ്മള് റെഡുവിഡ എന്ന് പറയുന്ന ഒരു ബഗ്സ്, അസാസിൻ ബഗ്സ് എന്ന് പറയും. മറ്റു പ്രാണികളെ കൺട്രോൾ ചെയ്യുന്ന, മറ്റു പ്രാണികളെ ആഹരിക്കുന്ന പ്രാണികളാണ് അസാസിൻ ബഗ്സ്. അതിലുള്ള ഒരു ജീവിയാണ്. ഇത് എൻ്റെ വീട്ടിന്റെ മാവിന്റെ മേലെ കുറെ സിഗരറ്റ് കൂടുകൾ അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങൾ അട്ടിവെച്ചതുപോലെ ഒരു തടിക്കച്ചവടക്കാരനെ പോലെ അതിന്റെ ഉള്ളിൽ മുട്ടയാണ്. മുട്ടയുടെ കേസുകളാണ് അതിന് കാവലിൽ നിൽക്കുന്നത്. ഇതാണ് അതിന്റെ അഡൽട്ട്.
അതുപോലെ വെള്ളത്തിൽ കാണുന്ന ജയന്റ് വാട്ടർ ബഗ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ പലപ്പോഴും നമ്മൾ പഴയ വയലുകളിലൊക്കെ ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പകാലത്ത് ചൂണ്ടിയിട്ട് വീടിന് മുന്നിലുള്ള വയലൊക്കെ ചൂണ്ടൊക്കെ പിടിക്കുന്ന ഒരു സാധനം ജയന്റ് വാട്ടർ ബഗ്. നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റിയുടെ ഒക്കെ ഒരു ഗുണനിലവാരം നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന നെല്ലുകൾക്കിടയിലൊക്കെയുള്ള ആണ് ഇതിന്റെ മുട്ടകൾ സാധാരണ കാണാറുള്ളത്. ഇതിന്റെ പുറത്തും മുട്ട ഏറ്റി നടക്കാറുണ്ട് നെല്ലുകൾക്കിടയിൽ. ഇത് നമ്മുടെ സുഹൃത്ത് റാഫി മാഷ് നരിക്കോട് ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുത്തയച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ജീവജാതികൾ നമുക്ക് കാണാം. ഞാൻ ചില വിഭാഗത്തിൽപ്പെട്ട ഓടിച്ച് പോയതേ ഉള്ളൂ. അപ്പൊ ഇൻസെക്ട്സ് ഇല്ലാത്ത ലോകം അല്ലെങ്കിൽ ഷഡ്പദങ്ങളില്ലാത്ത ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം സസ്യങ്ങളില്ലാത്ത ലോകമായിരിക്കും. സസ്യങ്ങളില്ലാത്ത ലോകം എന്ന് പറയുന്നത് ആഹാരം കിട്ടാത്ത ഒരു ലോകമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവനില്ലാത്ത ഒരു ലോകമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. If all mankind were to disappear, the world would regenerate back to the rich state of equilibrium that existed 10,000 years ago. If insects were to vanish, the environment would collapse into chaos. എന്നാണ് ജൈവവൈവിധ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എഡ്വേർഡ് വിൽസൺ ഇതിനെപ്പറ്റി, പ്രാണികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പ്രാണികളില്ലാത്ത ലോകം എന്ന് പറയുന്നത്, അല്ലെ പ്രാണികളില്ലാത്ത ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തികച്ചും കൊള്ളാവുന്ന അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒന്നായി നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് ചുരുക്കത്തിൽ ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ ഷഡ്പദങ്ങളെ കുറിച്ച് ഓടിച്ച് പോയത്. ഇത് കേട്ടുകുന്ന എല്ലാവർക്കും നന്ദി. ഇതിന് സിറ്റി നേച്ചർ ചാലഞ്ചിന്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ച അതിന്റെ ഭാരവാഹികൾക്കും എൻ്റെ ഗ്രൂപ്പിലുള്ള വാക്ക് വിത്ത് VC ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹം, നന്ദി. ഓക്കെ, ഈ സെഷൻ ഡിസ്കഷന് വേണ്ടിയിട്ട് തുറന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് VC മാഷിനോട് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം, പറയൂ. കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് സജ്നി എന്നാണ്. സാറ് ലീഫ് കട്ടർ ബീസിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതേപോലെ ലീഫ് കട്ടർ ബീസ്, അതേപോലെ ഒരു ഉറുമ്പ് ഉണ്ടല്ലോ, ലീഫ് കട്ടർ ആൻസ് ഉണ്ടല്ലോ, അല്ലെ? അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? അതായത് ഫെറമോൺസ് വഴി ഇവര് ഇങ്ങനെ ലീഫ് കട്ട് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുണ്ടല്ലോ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അത് നടക്കുന്നതായിട്ട് പറയുന്നത്. ലീഫ് കട്ടർ ആൻസ് നമുക്ക് കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മള് പല ആൻസിനെ പറ്റി, ലീഫ് കട്ടർ ആൻസ് നമ്മള് പല ഡോക്യുമെന്ററി, വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററിയിലൊക്കെ പ്രധാനമായിട്ട് കാണാം. അറ്റൻബറന്റെ സിനിമകളിലൊക്കെ കാണിക്കുന്ന സാധനം പ്രധാനമായിട്ട്. കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഉറുമ്പുകളെ പറ്റി ഞാൻ നോക്കേണ്ടി വരും. ശരി. നമ്മൾ ഇവിടത്തെ മാത്രമാണല്ലോ അല്ലെ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ നമ്മളെ ഇവിടെ കേരളത്തിൽ മാത്രം കാണുന്ന, പ്രത്യേകിച്ച് എന്റെ വീട്ടു പരിസരത്ത് മാത്രം കണ്ട, ചിലത് കുറച്ച് പുറത്തുള്ള ഉണ്ട്, അങ്ങനെയുള്ള സാധനമാണ് കൂടുതലായിട്ടും. എൻ്റെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസിൽപ്പെട്ട സാധനങ്ങളാണ് കൂടുതലായിട്ട് ഞാനിവിടെ ഫോട്ടോസ് അവതരിപ്പിച്ചത്. ബീസ് കണ്ടപ്പോ ഇനി അതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് വിചാരിച്ചു. ആൻസിന്റെ സ്വഭാവം രണ്ടും നമുക്കറിയാം, ഒരേ ഗോത്രത്തിൽ വരുന്നതാണെന്ന് നമുക്കറിയാം. ഓക്കെ സാർ, ശരി. സാറേ, അശോക് മാഷാണ്. മാഷ പറയാം. മാവിന്റെ തളിരിലകള് താഴെ ഇങ്ങനെ മുറിച്ച് കത്രികയ്ക്ക് മുറിച്ച പോലെ ഇട്ടിരിക്കുന്ന ആ വണ്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു സാർ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അത് കൗതുകമുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. അറിയാം, ഒരു ലൈറ്റ് കളറുള്ള ഒരു സാധനം, ചെറുത്. അത് തളിരല്ല മുറിക്കാനോ അതിന് ശക്തിയുള്ളു, അതുകൊണ്ട് അതിൽ മുട്ടയിട്ടിട്ട് താഴേക്ക് എടുത്ത്. വേറെ ഒന്ന് ഞാൻ പറയാൻ വന്ന, തെങ്ങുമായിട്ട് ബന്ധമുള്ള ആളാണല്ലോ ഞാൻ. അപ്പൊ തെങ്ങിന്റെ കാറ്റുവീഴ്ച രോഗം പരത്തുന്നത് 2 പ്രാണികളാണ്. അത് ഒന്ന് ലേസ്വിങ്ങില, സാറ് കാണിച്ചില്ല, അത് കാണിച്ച ലേസ്വിങ്ങിന്റെ പോലെ തന്നെ ട്രാൻസ്പെറന്റ് ആയിരിക്കും അതിന്റെ വിങ്, ലേസ്വിങ്. പിന്നെ ഒന്ന് പ്രോട്ടിസ്റ്റ മോസ്റ്റ എന്ന് പറഞ്ഞ ഒരു ഗ്രാസ് ഹോപ്പറാണ് സാർ. ആ ടൈപ്പിൽ വേറെ ഒരെണ്ണം കാണിച്ചു. അത് ഈ തെങ്ങിന്റെ ഓലയുടെ അടിയിൽ ചെന്ന് നമുക്ക് കാണാം, തയ്യിന്റെ പോലെ. അതാണ് കാറ്റുവീഴ്ച പരത്തുന്ന 2. പക്ഷെ അതിന്റെ സലൈവയിലാണ് ഈ ഫൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞ ജീവിക്കുന്നത്. അത് ലാബിൽ
നമുക്ക് വളർത്താൻ കഴിയാത്തതുകൊണ്ടാണ് കാറ്റുവീഴ്ചയ്ക്ക് പ്രതിരോധം നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളത്. പറ്റാത്തതില്ല. അത് ലാബിലേക്ക് എടുക്കുമ്പോൾ ചത്തുപോകും. അതിന്റെ സലൈവയിൽ മാത്രം അത് ലൈവായിട്ട് നിൽക്കുള്ളൂ ഈ ഫൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ വൈറസ് പോലുള്ള മൈക്കോപ്ലാസ്മ പോലുള്ള ഒരു സംഭവം. വൈറസ് പറയാൻ പറ്റത്തില്ല, അത് ഫൈറ്റോപ്ലാസ്മ എന്നാ പേര് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ ഈ പ്രാണികളിലെ സലൈവയിൽ ലൈവാണ്, അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ചത്തുപോകുന്നത്. അതിനപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട ക്രോപ്പ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചറൽ പെസ്റ്റിനെ പറ്റിയുള്ള ഒരുപാട് പഠനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ നമ്മുടെ ഒരു ശങ്കരരാമനൊക്കെ ആ ഫീൽഡിൽ കുറച്ച് വർക്ക് ചെയ്ത എന്റമോളജിസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന്റെ ഷേപ്പിലുള്ള കറുത്ത വണ്ട്, അത് സാറ് തെങ്ങിന്റെ റെഡ് വീവിൾ പറഞ്ഞപ്പോ അത് വേറെ ഫാമിലിയാണ്. അത് എല്ലാവർക്കും കാണുന്നതല്ല. എല്ലാതിനെ പറ്റിയും കൂടുതലായിട്ട് ഇത് ചെറിയൊരു ഓട്ടപ്രദർശനം മാത്രമാണ്. ഇത് കുറെ ആയി അതില് ഇങ്ങനെയുള്ളത് പരിചയമുള്ളത് കൂടി കുറച്ച് പറയാമായിരുന്നു. കുട്ടികൾ കാണുന്നതായുണ്ട്. പിന്നെ രാത്രിയും ചിലപ്പോൾ വരുന്ന പ്ലാവിന്റെ ഒക്കെ തണ്ട് തുറക്കുന്ന ഭയങ്കര ഭീകരനാണെന്ന് തോന്നുന്ന, എന്നാൽ തെങ്ങിന് യാതൊരു ശല്യം ചെയ്യാത്ത ഒരു വുഡ് ബോറർ ഉണ്ട്, വലിയ ആന്റണിയായിട്ട്. അതുണ്ട് തന്നെ പേടിയാവും. പക്ഷെ പലരും അത് കൊണ്ടുവന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് തെങ്ങിന്റെ ശല്യം ചെയ്യുന്ന വണ്ടല്ലേ എന്ന് ചോദിച്ചു. അത് തെങ്ങിനെയല്ല, വുഡ് ബോറർ. അത് നമുക്ക് ചെയ്യണമെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് തന്നെയുള്ള ഒരു പ്രസന്റേഷൻ. ഞാനിത് നേരത്തെ ചെയ്ത പ്രസന്റേഷന് കുറച്ച് പരിമിതി കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനം ഇതൊക്കെ. നന്നായിട്ടുണ്ട്. പിന്നെ അതിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരുപാട്, അതിലേക്ക് പോകണമെങ്കിൽ കുറെ സമയം എടുക്കും. സമയമാണ് നമുക്ക് ചെറിയ സമയത്തിനുള്ള ഒരു 3 മണിക്കൂറിനുള്ളിൽ അല്ലെ 1 മണിക്കൂറിനുള്ളിൽ ഒന്ന് ഓടിച്ചു പോകാനേ പറ്റുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ക്ലാസ് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഞാൻ കൗതുകമുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഉള്ള കുറെ. അതെ, ഓരോ ഗ്രൂപ്പ് ബഗ്സ് എടുത്താൽ തന്നെ ഒരുപാട് സ്പീഷീസ് നമുക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ മാവിന്റെ മേലിൽ തന്നെ 200-ലധികം സ്പീഷീസ്, 250ഓളം സ്പീഷീസ് അതർ ദാൻ ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഫോട്ടോസ് ഉണ്ട്. അത് തന്നെ അങ്ങനെ ഒരു മടിയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇതാക്കിയിട്ടുള്ളത്. നമ്മുടെ കുറ്റിച്ചെടികളും മരങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ നല്ല ഫോൺ കിട്ടും, മൈക്രോ നമ്മളെ CT ചന്ദ്രലേഖ എടുക്കുന്ന പോലുള്ള അതുപോലുള്ള ആ മേഡം എടുക്കുന്ന പോലുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതുപോലൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം ശരിക്കും. അതെ അല്ല ഞാൻ സാറിപ്പോ ഇല്ല ലാൻഡൻ ഇതിൽ കാണിച്ച പോലെ അതിൽ ചിലതിന്റെ നിംഫ് നമുക്ക് തിരിച്ചറിയാം, വേറെ പ്രാണിയാന്ന് തെറ്റിദ്ധരിക്കും അല്ലെ. അങ്ങനെ വളരെ കൗതുകമുള്ള നമ്മളെ ഒരുപാട് വെളുത്ത പല പഞ്ഞിക്കെട്ട് പോലെയൊക്കെ തോന്നിക്കുന്ന കുറെ ബഗ്സ് ഉണ്ട്. ഓക്കെ, സാറേ ഒരു ഡൗട്ട്. ഈ ആൻ മിമിക്കിംഗ് മാൻഡിസ് സാർ കാണിച്ചിരുന്നു, അത് കേരളത്തിൽ അവൈലബിൾ ആണ്? കേരളത്തിലുണ്ടോ? അത് ഫോൺ ഉള്ളതാണ് അത്? ഈ ആൻ മിമിക്കിംഗ് സ്പൈഡേഴ്സിന്റെ അതേ ഇത് തന്നെയാണോ? ഇത് ഒരു കറുത്ത സാധനമാണ്. അത് ഞാൻ മാവിന്റെ മേലിൽ തന്നെ എടുത്ത സാധനമാണ്, എന്റെ വീട്ടിന്റെ മാവിന്റെ മേലെ. ഓക്കെ, അങ്ങനെ സ്പൈഡർ പോലെ തന്നെ ഇവരുടെ കോളനി കയറി വിഹരിക്കുന്ന സാധനങ്ങളാണോ ഇവ? അല്ല, കോളനിയിൽ കയറി വിഹരിക്കുന്നില്ല. ഇത് ആന്റിനെ പോലെ തന്നെ നമ്മള് മരത്തിന്റെ തണ്ടുകളിൽ അല്ലെങ്കിൽ ഇലകളിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട്. എന്റെ വീട്ടിന്റെ മാവിന്റെ മേലെ ധാരാളമായിട്ട് കാണാറുണ്ട് ചില സീസണില്. മാവിന്റെ മേലിൽ നിന്ന് തന്നെ ഞാനൊരു 10-ലധികം ആന്റീസിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ റയർ സാധനമാണ്, അത് ഇതിൽ വരാത്ത. മാൻഡിസ് ആയാലും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പഴയകാലത്തെ മാൻഡിസിനെ പറ്റിയുള്ള സ്റ്റഡി, ഇപ്പം മൊത്തം ഇൻസെക്ട്സിനെ കുറിച്ചുള്ള പഴയ സ്റ്റഡികളൊന്നും പഴയ കാലത്ത് അധികം സ്റ്റഡി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് കൂടുതൽ ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് എൻഡമോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് മലയാളികളായ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ കൂടി നേരത്തെ ബിജോയും ഒക്കെ പുതിയ ചില ഇതിനൊക്കെ റിപ്പോർട്ട്, കേരളത്തില് ബിജോയും സൂര്യനാരായണനും ഒക്കെ പുതിയ കുറെ സ്പീഷീസിനെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ഓക്കെ.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കോ. നമുക്കധികം സമയം കുറെ നീട്ടിക്കൊണ്ടുപോയാലും അത് ബോറടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു ഓട്ടപ്രദക്ഷിണം എന്നുള്ളതിൽ കുറച്ച് പരിചയമുള്ള അല്ല ആളുകൾ അറിയേണ്ട കുറച്ച് ഗ്രൂപ്പുകൾ മാത്രമേ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടായി. നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ കാണുന്നത് അതിൽ ചിലത് മാത്രമേ നമ്മൾ കാട്ടിലുള്ള ഈ പറയുന്ന ചില പരീക്ഷണത്തിൽ വരുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടു പരിസരത്ത് ജനറലായിട്ട് കാണുന്ന ഏതൊരു ഏരിയയിലും കാണുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ട് കാണിച്ചിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നത് ഷഡ്പദങ്ങൾ. നമ്മൾ ഒരുപാട് ആളുകൾ ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട നിശാശലഭങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, തുമ്പികളെ നിരീക്ഷിക്കുന്നുണ്ട്, അതുപോലെ ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, മറ്റു വലിയ പക്ഷി വിഭാഗത്തിൽപ്പെട്ട ജീവികളെ നിരീക്ഷിക്കുന്നുണ്ട്, റെപ്റ്റൈൽസിനെ നിരീക്ഷിക്കുന്ന ആളുണ്ട്, ആംഫിബിയൻ രംഗത്തല്ല ആംഫിബിയൻസിനെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ പാരിസ്ഥിതികമായി വളരെ പ്രസക്തമായ ഒരുപാട് ധർമ്മങ്ങൾ നിറവേറ്റുന്ന ജീവി വിഭാഗമാണ്. നമ്മൾ പലപ്പോഴും പ്രാണികൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനൊരു വില കൊടുക്കാത്ത ഒരു അവസ്ഥയുണ്ട്. പ്രാണി എന്ന് പറയുന്ന സമയത്ത് വില കൊടുക്കാത്ത രീതിയിൽ അതിനെ അവഗണിക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ പ്രാണികളൊക്കെ നമുക്ക് ഉപദ്രവം ചെയ്യുന്ന ജീവികളാണെന്നുള്ള ഒരു ധാരണയും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി എടുക്കാൻ വേണ്ടി പ്രാണികളെ നമുക്ക് ഏതൊരു വീട്ടു പരിസരത്ത് നോക്കിയാൽ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രാണികളെ നമുക്ക് കാണാൻ പറ്റും. വീട്ടിന്റെ ഉള്ളിൽ ചുമരിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ടൈനിയുടെ എന്ന് പറയുന്ന മോത്തിന്റെ അറവിൽ കേസ് കാണാം. വീട്ടിന്റെ സറൗണ്ടിങ്സിൽ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പകുതിയിലധികം ഫോട്ടോസും ഞാൻ വീട്ടു പരിസരത്ത് തന്നെ എൻ്റെ ഒരു 5 സെന്റ് ഏരിയയിൽ നിന്നെടുത്ത മാവ് അതുപോലുള്ള മരങ്ങളും കുറ്റിച്ചെടികളും കുറച്ചുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ എടുത്ത ചിത്രങ്ങളാണ് ഞാനിവിടെ കൂടുതലായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നിരീക്ഷണം എല്ലാ കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾ നടത്തുകയാണെങ്കിൽ അത് നല്ലൊരു പഠനമായിരിക്കും. പല ഗ്രൂപ്പുകളെ പറ്റിയുള്ള പഠനങ്ങൾ നമുക്ക് കുറവാണ്. അല്ല ചില ജീവികളുടെ ചില ലൈഫ് സൈക്കിളിനെ കുറിച്ച് നമുക്കറിയില്ല. ചില ജീവികളുടെ മുട്ടകൾ നമ്മൾ കാണുന്നില്ല, ചിലതിന്റെ നിംഫിനെ നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ മെയ്ഫ്ലൈസിന്റെ മുട്ടകളും അല്ലെങ്കിൽ അതിന്റെ ലാർവകളെയൊക്കെ നമ്മൾ കാണുന്നത് വളരെ കുറവായിരിക്കും. അല്ല വെള്ളത്തിലുള്ള ജീവികളെ വെള്ളത്തിലുള്ള പല പ്രാണികളുടെയും അല്ലെങ്കിൽ പല പ്രാണികളും വെള്ളത്തിൽ ലൈഫ് സൈക്കിൾ നിർവഹിക്കുന്ന പ്രാണികളുണ്ട്, ബ്രീഡ് ചെയ്യുന്ന പ്രാണികളുണ്ട്. പക്ഷെ അതിനെയൊക്കെ പറ്റിയുള്ള അറിവ് നമുക്ക് അറിയില്ല. പലപ്പോഴും അതിന്റെ അഡൽട്ടിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ വെള്ളത്തിലായാലും നമുക്ക് ഒരുപാട് ജീവജാതികളെ, നമുക്ക് ഒരുപാട് സ്കോർപ്പിയൻ ഫ്ലൈസ് എന്നൊക്കെ പറയുന്ന ജീവികളുണ്ട്. അതുപോലെ ചില മറ്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികളൊക്കെ ഉണ്ട്, റയർ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള പ്രാണികളെയൊക്കെ ഉള്ള ഒരു പഠനം നമ്മൾ അതർ ദാൻ ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ ഗോത്രത്തിൽപ്പെട്ട പ്രാണികളെ പറ്റിയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ നമുക്ക് കുറവാണ്. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളും മുതിർന്ന ആളുകളും കാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, പ്രണവ് കേൾക്കുന്നുണ്ടോ? ഹലോ. ഓക്കെ, ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ, പറഞ്ഞു. ആദ്യം തന്നെ ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാനായി ചൂസ് ചെയ്ത വാർക്കത്ത് വി സി കമ്മ്യൂണിറ്റിക്ക് ഒരു വലിയ നന്ദി പറയുന്നു. നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇൻസെക്ട്സ് അല്ലെങ്കിൽ ഷഡ്പദങ്ങളെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാണികളെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു കുറഞ്ഞ ഐറ്റമാണ് അല്ലെങ്കിൽ ഒരു വിലയില്ലാത്ത ഒരു സംഭവമാണ് എന്നൊരു പൊതുധാരണ ഉണ്ടെങ്കിലും അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ ജൈവ വൈവിധ്യവും നമ്മുടെ ഇക്കോസിസ്റ്റം നിലനിർത്തുന്നതിന് അതിലുള്ള പ്രാധാന്യം നമുക്ക് ഒട്ടും കുറവല്ല. ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അല്ലെങ്കിൽ ജീവന്റെ തന്നെ അടിസ്ഥാനമായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലനിൽക്കുന്ന ജീവികളാണ് ഷഡ്പദങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ചിന്തയിലും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലും ഒന്നും കേന്ദ്രസ്ഥാനത്തേക്ക് വരാത്ത ജീവികൾ കൂടിയാണ്. മറ്റു ജീവികൾ ഇപ്പോ
ചിത്രശലഭങ്ങളും അല്ലെങ്കിൽ ചിത്രശലഭം അല്ലാതെ നമ്മുടെ സസ്തനികളും പക്ഷികളും എല്ലാം വന്നപ്പോഴും ഒരു സൈഡായി പോയ ഒരു 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 ക്ലാസ് ഓഫ് ഓർഗാനിസം ആണ് നമ്മുടെ ഇൻസെക്ട്സ്. അപ്പൊ അതിനെ നമ്മുടെ ചിന്തയുടെ കേന്ദ്രത്തിലേക്കൊക്കെ കൊണ്ടുവന്നതിൽ വലിയ പ്രാധാന്യം, വലിയ പങ്ക് വഹിച്ച ആളുകൾ കൂടിയാണ് ബാലകൃഷ്ണൻ മാഷ്. സോ സാറിന്റെ പ്രവർത്തനങ്ങളെല്ലാം ആദരവോടുകൂടി ഓർത്തുകൊണ്ട് തന്നെ സാറ് എടുത്ത ക്ലാസ് വളരെ മനോഹരമായും വളരെ ലളിതമായും ഇത്രയും എക്സ്റ്റെൻസീവായി നമ്മുടെ കാണുന്ന ഓരോ കുഞ്ഞു ജീവികളെയും ഓരോ ചെറിയ ഇൻസെക്ട്സിനെ വരെ കവർ ചെയ്തുകൊണ്ട് മാഷ് ക്ലാസ് വളരെ ലൈവ്ലി ആയിട്ട് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഈ ക്ലാസ് ഇത്രയും നന്നായി ഇത്രയും ലളിതമായും കൈകാര്യം ചെയ്ത VC ബാലകൃഷ്ണൻ മാഷിനെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചിലപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു മാഷേ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ശുഭരാത്രി. Thank you. ഗുഡ് നൈറ്റ്.